എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററിയുടെ പഠനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ ലോക ചരിത്രം എന്ന് പറയുന്നത് പലർക്കും പലർക്കും ഒരു ഭയങ്കര ബോറിങ് സബ്ജക്റ്റ് എന്ന രീതിയിൽ പലരും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു കഥ പോലെ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല. നമുക്കൊക്കെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ സിനിമ കണ്ടത് മറന്നു പോവാത്തത്? കഥകളെ, കഥാപാത്രങ്ങളെ, സംഭവിച്ച കാര്യങ്ങൾ, അതിൻ്റെ ടൈം ലൈൻ ഒന്നും മറക്കില്ലല്ലോ നമ്മൾ. കാരണം അതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റിലൂടെ നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററി അതുപോലെ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് മനസ്സിലാക്കി ആരെന്താണ് എന്നൊക്കെ കണ്ടുകൊണ്ട് ഒന്ന് പഠിച്ചാലോ? അപ്പോൾ നമ്മൾ എന്താരംഭിക്കുന്നു? വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ പോവുകയാണ്. ഏത് പേഴ്സ്പെക്റ്റീവിലായിരിക്കും പക്ഷേ അത് പോവുക? PSCയുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട്, ചോദ്യങ്ങൾ വരുന്ന ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. നോക്കൂ, ആദ്യം നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. നോക്കൂ, വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഡിഗ്രി ലെവലിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്താണ് എന്നുള്ളതാണ്. ആദ്യ ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആണ്. നമുക്കറിയാം അല്ലേ, ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ഒരു എന്തായിരുന്നു, എല്ലായിടങ്ങളിലും കോളനിയുള്ള അല്ലേ, സൂര്യൻ്റെ രശ്മികൾ എവിടെ പതിഞ്ഞാലും അവിടെ ഇംഗ്ലണ്ടിൻ്റെ ഒരു കോളനി ഉണ്ട് എന്ന തലത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എംപയർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രേറ്റ് റെവല്യൂഷൻ നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങളാണ്. ഇനി അതുകൂടാതെ നമ്മൾ ഈ ഒരു ലോകചരിത്രം പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട്? നോക്കൂ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിലെ പല ഇടങ്ങളിൽ നിന്നും ആളുകൾ എങ്ങോട്ട് കുടിയേറുന്നുണ്ട്? ഒരു ന്യൂ വേൾഡ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന നോർത്തേൺ അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറുകയും 13 കോളനികളിലായിട്ട് അവർ സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് അധികാരം സ്ഥാപിക്കാൻ വന്ന ഇംഗ്ലണ്ടിൽ നിന്ന് എങ്ങനെയാണ് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് എന്ന് പറയുന്ന ഒരു ചരിത്രമാണ്, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്ര ഭാഗമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. അതിനുശേഷം വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെ, ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ഒരുപാട് ആശയങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ചിന്തകരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് തന്നിട്ടുള്ള ആശയങ്ങൾ എന്തെല്ലാം, എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷനിലെ എസ്റ്റേറ്റുകൾ എങ്ങനെ വർക്ക് ചെയ്തിരുന്നു, എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ സംഘടിച്ച് അവരൊരു വിപ്ലവത്തിലേക്ക് വന്നു, ബാസിൽ കോട്ടയുടെ കഥ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനിൽ മനസ്സിലാക്കാനുണ്ട്. ശേഷം നമുക്കറിയാം അല്ലെ, സാർ ചക്രവർത്തിമാരും എല്ലാം കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. റഷ്യൻ റവല്യൂഷൻ, റഷ്യയിൽ വിപ്ലവം വന്നത് എങ്ങനെ, USSR എന്ന് പറയുന്ന ഒരുപാട് കാലഘട്ടത്തിൽ അല്ലെ, USA ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള USSR എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള സോവിയറ്റുകളുടെ ഒരു കൂട്ടം എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലെനിനെ കുറിച്ച് അല്ലെ, സ്റ്റാലിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് റഷ്യൻ റവല്യൂഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഇന്ന് നമുക്കറിയാം, ഇന്ത്യ ഏറ്റവും അധികം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ചൈനയെ എങ്ങനെയാണ് സ്വതന്ത്രമായത്, ചൈനയുടെ പിന്നിൽ നടന്നിട്ടുള്ള ചരിത്രം എന്തെല്ലാമാണ്, എന്താണ് ലോങ് മാർച്ച്, മാവോ സേതുങ് ആരായിരുന്നു, എന്തുകൊണ്ട് ഇന്നത്തെ ചൈന ഈ രീതിയിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് ചൈനയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് ചൈന ടുഡേ, ഇത് നമുക്ക് ചൈനീസ് റവല്യൂഷനിലൂടെ മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കറിയാം അല്ലെ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചരിത്രപരമായ ഒരു 2 സംഭവങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 2 ലോക മഹായുദ്ധങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ ദർ ഈസ് എ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. ഈ ചൈനീസ് റവല്യൂഷനൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ചൈനയൊക്കെ സ്വതന്ത്രമാകുന്ന ഏതാ, ഇന്ത്യയും ചൈനയും 1940 1940s അവസാനമാണ് ഇന്ത്യയും ചൈനയും ഒക്കെ സ്വതന്ത്രമാകുന്നത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന മറ്റൊരു കാര്യം എന്താണ്, 2ാം ലോകമഹായുദ്ധം എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ് അല്ലെ. 2ാം ലോകമഹായുദ്ധം എന്ത് ചെയ്യുകയാണ്, അവസാനിക്കുകയാണ്. അപ്പോൾ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം
പിന്നീട് ഒരു വേൾഡ് ഓർഡർ വരുന്നുണ്ട് നിങ്ങൾക്ക് പറയാം അല്ലേ. USA എന്ന് പറയുന്ന ഒരു ചേരിയും USSR എന്ന് പറയുന്ന ഒരു മറുചേരിയിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേൾഡ് ഓർഡർ രൂപമെടുക്കുന്നുണ്ട്. ഇതിലൊന്നിലും ചേരാതെ നിൽക്കാൻ തീരുമാനിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് എല്ലാത്തിൻ്റെയും ഇടയിൽ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഒരു യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനും ഉണ്ട്. അപ്പോൾ പോസ്റ്റ് വേൾഡ് വാർ കൺട്രീസിൻ്റെ സ്റ്റേറ്റുകളുടെ ഓർഡർ എങ്ങനെയെല്ലാമായിരുന്നു. ഇതിനിടയിൽ നടന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. അമേരിക്കയുടെ തലത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ USSRന്റെ തലത്തിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പ് എന്ത് ചെയ്യും, അതിനെതിരായിട്ട് വരും അല്ലെ. ഇങ്ങനെ ഒരുപാട് ഇപ്പം നാറ്റോയെ പോലെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ, വാർസോ പാക്ടിനെ പോലുള്ള മറ്റു കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ക്യൂബൻ മിസൈൽ ക്രൈസിസ് നമുക്ക് പഠിക്കാനുണ്ടാകും അല്ലെ, പിന്നെ USSR, ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്നുള്ള കാര്യങ്ങൾ, ബെർലിൻ വാറിൻ്റെ തകർച്ച നമുക്ക് പഠിക്കാനായിട്ടുണ്ടാകും, ഇന്ത്യ എങ്ങനെ ഇതിനിടയിലെ കൂടെ നാവിഗേറ്റ് ചെയ്തു തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്തരത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ മേഖലയെ, ഈ ഒരു കാലഘട്ടത്തിനെ കാണുകയും പ്രധാന സംഭവങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസും മറ്റ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അവയുടെ സ്ട്രക്ചർ ആകട്ടെ, അവയുടെ പ്രധാനപ്പെട്ട നേതാക്കളാകട്ടെ, അവയിൽ ഉപയോഗിക്കുന്ന ഭാഷകളാകട്ടെ, അവയിലെ രാജ്യങ്ങളാകട്ടെ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലുള്ള വിവിധങ്ങളായിട്ടുള്ള സബ്സിഡിയറി, അവയുടെ വിവിധ പാർട്ടുകളാകട്ടെ, ഇവയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം എന്ന രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇവയെല്ലാമാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ സിലബസ് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന്. ഇത് നിങ്ങളുടെ തലയിൽ എപ്പോഴും വേണം. സോ ദാറ്റ് നിങ്ങൾ ലോക ചരിത്രം പഠിച്ച് അവസാനിപ്പിച്ചു PSCK എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് അവസാനിപ്പിച്ചോ എന്നാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യഘട്ടം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ നമുക്ക് പഠിക്കാം. എന്താണ് ഒരു റവല്യൂഷൻ, എന്താണ് ഒരു വിപ്ലവം? വിപ്ലവം എന്ന് പറഞ്ഞ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. നോക്കൂ, ഇറ്റ് ഈസ് എ ഫോഴ്സിബിൾ ഓവർത്രോ. ഓവർത്രോ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അട്ടിമറിക്കുക അല്ലെ, ഫോഴ്സിബിൾ ഓവർത്രോ. അപ്പോൾ ബലം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഒരാൾ അട്ടിമറിക്കുകയാണ്. എന്തിനെ അട്ടിമറിക്കുന്നത്? എയ്തർ ഓഫ് എ ഗവൺമെന്റ്, ഒരു ഗവൺമെന്റിനെ, സർക്കാരിനെ, ഓർ എ സോഷ്യൽ ഓർഡർ. നോക്കൂ, സാമൂഹികപരമായിട്ട് ഇപ്പൊ നമുക്കറിയാം അല്ലെ, ക്ഷേത്രപ്രവേശന വിളംബരം ഒരു വിപ്ലവകരമായിട്ടുള്ള സംഭവമാണ് നമ്മൾ പറയും. കാരണം എന്താ, അത്രയും കാലം നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ തകിടം മറച്ചുകൊണ്ട് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും എല്ലാവർക്കും ആരാധിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തൊരു സംഭവമായിരുന്നു അത്. അപ്പോൾ ഒരു സോഷ്യൽ ഓർഡറിനെ അട്ടിമറിക്കുന്നതിനെ, ഒരു സർക്കാരിൻ്റെ സർക്കാരിനെ എന്ത് ചെയ്യുന്നതിനെ, ഓവർത്രോ ചെയ്യുന്നതിനെ എല്ലാം നമുക്ക് എന്ത് പറയാം, വിപ്ലവം എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കെയിൽ ഓൾസോ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം മുതലാളിത്തം എന്ന് പറഞ്ഞൊരു രീതിക്ക് എതിരായിട്ട് വന്ന ഒരു പുതിയ സോഷ്യൽ ഓർഡർ ആയിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത് അല്ലെ. റഷ്യൻ വിപ്ലവത്തിന് ശേഷം വരുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം നമുക്കറിയാം. അപ്പോൾ ഒരു സോഷ്യൽ ഓർഡറിനെ തന്നെ മാറ്റുകയാണ് അവിടെ അല്ലെ. അപ്പോൾ സോഷ്യൽ ഓർഡറിനെ മാറ്റുന്നത് വിപ്ലവമായിരിക്കാം. ചൈനയിൽ അല്ലെ കമ്മ്യൂണിസം വരുന്നത്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ്, അധികാരം ഏറ്റെടുക്കുകയാണ്. ഒരു സോഷ്യൽ ഓർഡർ തന്നെ മാറുകയാണ്. ഗവൺമെന്റുകൾ മാറുന്നുണ്ട് അല്ലെ, കിങ്സ് അല്ലെ, രാജാക്കന്മാരുടെ കയ്യിൽ നിന്നുള്ള അധികാരങ്ങൾ മാറിയിട്ട് അവിടെ പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം ഏറ്റെടുക്കുന്ന ഒരുപാട് വിപ്ലവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഓർഡറിനെ മാറ്റുന്ന, ഗവൺമെന്റുകളെ മാറ്റുന്ന ഇത്തരത്തിലുള്ള ഫോഴ്സിബിൾ ഓവർത്രോയിൽ അട്ടിമറികളെ എന്ത് പറയുകയാണ് നമ്മൾ വിപ്ലവങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ വിപ്ലവങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഫേവർ ഓഫ് എ ന്യൂ സിസ്റ്റം. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ അട്ടിമറിച്ച് മറികടന്ന് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാനാണ് വിപ്ലവങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ PSC പരീക്ഷകൾക്ക് റവല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു ചരിത്ര സംഭവം പഠിക്കുമ്പോഴും നിങ്ങൾ നോക്കുക. ഒരു വലിയൊരു ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഏതൊരു വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും, റവല്യൂഷൻ ആണെങ്കിലും, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓർക്കണം. ഒന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ്. എന്താണ്? ഹിസ്റ്റോറിക്കൽ റീസൺസ് ആണ്. ഏതൊരു റവല്യൂഷൻ നടക്കുന്നതിനും ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങൾ, ചരിത്രപരമായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ അതിനു മുമ്പ് ഉണ്ടാകും. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ പഠിക്കാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സഭകളുടെ തമ്മിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജാവും പാർലമെന്റും തമ്മിൽ പലപ്പോഴും അധികാരത്തിന്റെ പേരിലുള്ള വടംവലികൾ ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു കൾമിനേഷൻ ആണ് നമ്മൾ എവിടെ കാണുന്നത്, നമ്മൾ ഇംഗ്ലണ്ടിൽ റവല്യൂഷണലായിട്ട് കാണുന്നത്. ഇനി ഇതിന് ഇന്റലക്ച്വൽ സപ്പോർട്ട് എന്നുള്ള തലത്തിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല രാജാക്കന്മാരാകട്ടെ, ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ വരവ്, ആംഗ്ലിക്കൻ ചർച്ച് എന്ന രീതിയിൽ ഇത് മാറുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ക്രോംവെൽ തുടങ്ങിയിട്ടുള്ള ചില വ്യക്തികൾ, അതുപോലെ തന്നെ ഗ്രീൻ റിബൺ ക്ലബ്ബ്,
ഇത്തരത്തിലുള്ള പല പല സ്റ്റെപ്പുകളും എന്താണ് ഇതിന് ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം. റഷ്യൻ റവല്യൂഷനിലും ഫ്രഞ്ച് റവല്യൂഷനിലും അമേരിക്കൻ റവല്യൂഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഇന്റലക്ച്വൽ സപ്പോർട്ട് വളരെ കൂടുതലായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നമ്മൾ റൂസോയെ കുറിച്ച്, മോണ്ടസ്ക്യൂവിനെ കുറിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തോമസ് ജെഫേഴ്സനെ കുറിച്ച് അല്ലെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. തോമസ് പെയിനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നില്ലേ. ഇവരൊക്കെ എന്താ കൊടുക്കുന്നത്, ഇന്റലക്ച്വൽ സപ്പോർട്ട് അല്ലെ. ചിന്തകളെ, ആളുകളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന, ആളുകളുടെ ചിന്തകൾക്ക് എന്ത് കൊടുക്കുന്നതാണ്, ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ആളുകളുടെ ഉള്ളിൽ രൂഢമൂലമായിട്ട് ഉറപ്പിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്റലക്ച്വൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ചിന്തകരാണ് ഇവർ, മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് ആളുകളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു ചിന്ത അതിൻ്റെ ലോജിക്കോടുകൂടി, അതിൻ്റെ റാഷണാലിറ്റിയോടുകൂടി കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ റീസൺ, ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഇന്റലക്ച്വൽ സപ്പോർട്ട്, അതായത് ചിന്തകന്മാരുടെയും മറ്റുമായിട്ടുള്ള വർത്തമാനങ്ങൾ അവർ ഇറക്കുന്ന എന്താ പറയുക, ഇപ്പോൾ തോമസ് പെയിനെ പോലുള്ള ആളുകൾ ഇറക്കുന്ന ലഘുലേഖകൾ അല്ലെ, ഇത്തരത്തിലുള്ള എഴുത്തുകൾ, പ്രസംഗങ്ങൾ, ഇതെല്ലാം കേട്ട് ചരിത്രപരമായ സംഭവങ്ങളും കൊണ്ട് ഇങ്ങനെ തയ്യാറായിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു സ്പാർക്ക് വരികയാണ്. എന്ത് വരികയാണ്? ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. ആ സ്പാർക്ക് ആയിരിക്കും ഈ റവല്യൂഷൻ എന്ത് ചെയ്യുന്നത്, അങ്ങ് പൊട്ടിത്തെറിപ്പിച്ച് അങ്ങ് വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പല പല സമയങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിനെ നമ്മൾ കാണും. മനസ്സിലാവുന്നുണ്ടോ? ഈ ജെയിംസ് രണ്ടാമന്റെ ചില നടപടികൾ എന്ത് ചെയ്യുന്നു, അവസാനം പാർലമെന്റ് എന്ത് ചെയ്യുകയാണ്, ഒരു ഫൈനൽ ഡിസിഷൻ എന്ന തലത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇനി സ്പാർക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാവണോ, 1857 വിപ്ലവം നിങ്ങൾ ആലോചിച്ച്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആലോചിച്ച് നോക്കൂ. അതിൽ ബ്രിട്ടീഷുകാരുടെ ഹിസ്റ്റോറിക്കലായിട്ട് അവർ ചെയ്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെ. പിന്നീട് നമുക്കറിയാം ഇതിനെതിരെ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തകന്മാർ ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡ്രെയിൻ തിയറി ഉൾപ്പെടെ ദാദാഭായ് നവറോജിയുടെയും മറ്റൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. അത് എൻ്റെ കാലഘട്ടമല്ല ഞാൻ പറയുന്നത്, ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള നടപടികൾ ശരിയല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ ആ കാലഘട്ടത്തിലും. അതിനുശേഷം നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, പിന്നീട് ഒരു സ്പാർക്ക് എവിടെയാണ് ഉണ്ടാവുന്നത്. സ്പാർക്കിന്റെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മംഗൾ പാണ്ഡെ അല്ലെ, മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുകയാണ്, ഒരു വെടി ഉതിർക്കുന്നു. ഈ സ്പാർക്കിന് കാരണം എന്തായിരുന്നു, നമുക്കറിയാം മുസ്ലിംസിനെ ആണെങ്കിലും ഹിന്ദുസിനാണെങ്കിലും അവരെ എതിർക്കുന്ന രീതിയിലുള്ള അല്ലെ, പശുവിൻ്റെയും പന്നിയുടെയും നെയ്യ് കലർത്തിയിട്ടുള്ള എന്താ പറയുക കാറ്റർജികളെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്പാർക്ക്, ഇതാണ് തീപ്പൊരി ചെതറിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ റവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി കവർ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇത് കവർ ചെയ്താൽ നിങ്ങൾ ആ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. സോ ഇൻ എവറി റവല്യൂഷൻ, ഇൻ എവറി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹിസ്റ്ററി, ഹാപ്പനിങ് ഓഫ് ഹിസ്റ്ററി, നിങ്ങൾ എന്ത് നോക്കണം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ എന്ന് നോക്കണം. ഇനി നമ്മൾ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ റവല്യൂഷൻ മറ്റ് 2 പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത് വർഷമാണ് ഈ ഗ്രേറ്റ് റവല്യൂഷൻ നടക്കുന്നത്? 1688 ഇത് നടക്കുന്നത്. ഇത് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന പേരിലും ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് കാരണം എന്ത് തന്നെയാണ്, വലിയൊരു മനുഷ്യക്കുരുതിയോ ചോരപ്പുഴയോ ഒന്നും കാണാതെ നടക്കുന്ന ഒരു റവല്യൂഷനാണ് ഗ്ലോറിയസ് റവല്യൂഷൻ അഥവാ ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഗ്ലോറിയസ് റവല്യൂഷൻ ഓർ ബ്ലഡ് ലെസ് റവല്യൂഷൻ. മറക്കില്ലല്ലോ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എന്താണ് ബേസിക് ആയിട്ടുള്ള റവല്യൂഷൻ്റെ കാരണം? നോക്കൂ, ഒരുപാട് കാലങ്ങളായിട്ട് മൊണാർക്കി വേഴ്സസ് പാർലമെന്റ്, അതായത് നമുക്കറിയാം ഗ്രേറ്റ് ബ്രിട്ടനിൽ എന്താണ്, ഒരു മൊണാർക്കി ആണ് എന്നറിയാം അല്ലെ. കിങ്, ക്വീൻ എന്നുള്ള രീതിയിൽ എന്താണ്, ഇങ്ങനെ അധികാരി ആരാണോ ആൾക്ക് എന്താണ്, ഇങ്ങനെ കിരീടം കൈമാറി വരുന്നൊരു രീതിയാണ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ കിങ് സർവാധികാരിയായിരുന്നു അല്ലെ. സർവവും എല്ലാ അധികാരങ്ങളും തൻ്റെതാണ്, ദൈവദത്തമായ അധികാരമാണ് തൻ്റെ കയ്യിലുള്ളത് എന്ന് വിശ്വസിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. ഈ പാർലമെന്റിന്റെ
തുടക്കത്തിലേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞാൻ പോകുന്നില്ല. ഓക്കെ, പാർലമെന്റിന്റെ തുടക്കത്തിലെ കാലഘട്ടത്തിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു അധികാര സ്ഥാപനവും അതുപോലെ തന്നെ ആരുമുണ്ടായിരുന്നു, മൊണാർക്കി എന്ന തലത്തിൽ രാജാവിൻ്റെതായിട്ടുള്ള അധികാരവും അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇവർ തമ്മിൽ എപ്പോഴും അധികാരത്തിന്റെ പേരിലുള്ള വടംവലികൾ നടക്കുമായിരുന്നു. പറയുന്ന കാര്യം മനസ്സിലായോ? വളരെ കൃത്യമായിട്ട് ഇവർ തമ്മിൽ എപ്പോഴും എന്ത് നടക്കുമായിരുന്നു? അധികാരത്തിന്റെ പേരിലുള്ള വടംവലികൾ ഇവരുടെ ഇടയിൽ സ്ഥിരമായിരുന്നു. അപ്പോൾ ആരാണ് കേമൻ എന്നാണ് ഇവർക്ക് അറിയേണ്ടിയിരുന്നത്. എൻ്റെ കയ്യിലാണോ അധികാരം, നിന്റെ കയ്യിലാണോ അധികാരം? ഒരു കൂട്ടർ എന്ത് പറയും, ഞാനാണ് അധികാരി. മറ്റൊരു കൂട്ടുകാരെന്ത് പറയും, ഇല്ല ഞാനാണ് അധികാരി. ഇങ്ങനെ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് അവസാനം എന്തിലേക്ക് എത്തുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവും, അത് പതുക്കെ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് എന്ത് ചെയ്യും, അത് റെഡിയാക്കും. അതിനുശേഷമോ പിന്നീട് എന്ത് ചെയ്യുകയാണ്, അടുത്ത രീതിയിൽ ഒരു പ്രശ്നം വരും, അത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സെറ്റിൽ ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഈ നമ്മൾ ഹെൻറി മൂന്നാമൻ എന്ന് പറയും. ആരാണ്? ഹെൻറി മൂന്നാമന്റെ കാലഘട്ടത്തിലാണ് പാർലമെന്റ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ബ്രിട്ടനിൽ പാർലമെന്റ് ഉടലെടുക്കുന്നത് എപ്പോഴാണ്? ഹെൻറി മൂന്നാമന്റെ കാലഘട്ടത്തിലാണ് പാർലമെന്റ് ഉടലെടുക്കുന്നത്. അപ്പോൾ പിന്നീട് ഈ രാജാവും പാർലമെന്റും തമ്മിൽ എന്ത് ചെയ്യുകയാണ്, പല പല പ്രശ്നങ്ങൾ വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ പ്രശ്നങ്ങളുടെ വൺ ഓഫ് ദ എന്താ പറയുക റീസൺസ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് നവോത്ഥാനം അഥവാ എൻലൈറ്റൻമെന്റ് ആയിരുന്നു. നോക്കൂ, ഈ രാജാവ് തന്നെ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഭാഗമായിരിക്കും, അല്ലെ ഏതെങ്കിലും ഒരു സഭയുടെ എന്താ പറയുക സഭയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. അപ്പൊ ചർച്ച്, കിങ് ഇവരൊക്കെ ഏതാണ്ട് എന്താണ് ഒന്നിച്ചു ചേർന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പൊ പിന്നീട് കുറെ ആളുകൾ എന്ത് ചെയ്യുകയാണ്, കാര്യങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങുകയാണ്. ഈ വിശ്വാസങ്ങളെ ചിലർ ചോദ്യം ചെയ്തു തുടങ്ങുന്നു. എന്താ പറയുക, ദൈവദത്തമായിട്ടുള്ള അധികാരമാണ് രാജാവിൻ്റേത് എന്നുള്ളതിനെ ആളുകൾ ചോദ്യം ചെയ്യുന്നു. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരു നവോത്ഥാന കാലഘട്ടം, ഒരു എൻലൈറ്റൻമെന്റ് പീരിയഡ്, ഒരു റെനൈസൻസ് മൂവ്മെന്റ് വരികയാണ്. അപ്പൊ ഇത് യൂറോപ്പിലാണ് ആദ്യം തുടങ്ങുന്നത്. ഈ യൂറോപ്പിൽ തുടങ്ങുന്ന ഈ റെനൈസൻസ് മൂവ്മെന്റ് സ്വാഭാവികമായിട്ടും അന്ന് നിലവിലിരുന്ന രീതികളെ ചോദ്യം ചെയ്ത ആളുകൾ പല പല പരീക്ഷണങ്ങളിലേക്ക് അവർ പോവുകയാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ദൂരദേശങ്ങളിലേക്കുള്ള യാത്രകളിലേക്ക് ഒരു എന്താ പറയുക കച്ചവടം എന്ത് ചെയ്യുന്നു, പൊടി പൊടിക്കുകയാണ്. പിന്നെ പതുക്കെ മനസ്സിലാകണ്ടോ? കച്ചവടം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ആളുകൾ എന്താണ്, അതുവരെയുള്ള വിശ്വാസങ്ങളെ മറികടന്ന് പുറമേക്ക് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതെന്തിലേക്ക് നയിക്കുന്നുണ്ട്, ഈ പുതിയ കച്ചവടങ്ങൾ ഇതെല്ലാം അതുവരെ നിലനിന്നുണ്ടായിരുന്ന ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമിക്ക് ഒരു അടിയാവുകയാണ്. എന്താണ് ലാൻഡ് ബേസ്ഡ് എക്കോണമി? ആരുടെ കയ്യിലാണോ ലാൻഡ് ഉള്ളത്, ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയാറുള്ളത്? ഫ്യൂഡലിസം, അല്ലെ? ഭൂമിയാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, എല്ലാ പവറും. ഫ്യൂഡലിസത്തിന്റെ അധികാര കേന്ദ്രം ഭൂമിയാണ്. കയ്യിൽ ഭൂമിയുള്ള ആളുകൾ ഫ്യൂഡൽ പ്രഭുക്കളായിട്ട് അവരുണ്ടാവും അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ബാക്കി എല്ലാവരും ഉണ്ടാവുക. എത്രത്തോളം ഭൂമി കയ്യിലുണ്ടോ അത്രത്തോളം വലിയവൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫ്യൂഡലിസത്തിന്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ലാൻഡ് മാറിയിട്ട് പിന്നെ എന്ത് ചെയ്യുകയാണ്, ഈ ലാൻഡ് കയ്യിലുള്ളവർ എന്നതിൽ നിന്ന് മാറിയിട്ട് കച്ചവടം എന്ന് പറയുന്നത് പല പല കച്ചവടങ്ങൾ കൂടി വന്നു. എൻലൈറ്റൻമെന്റും നവോത്ഥാനവും വന്നപ്പോൾ ആളുകൾ സയന്റിഫിക്കായി ചിന്തിക്കാൻ തുടങ്ങി, കണ്ടുപിടുത്തങ്ങൾ വന്നു, പുതിയ യന്ത്രങ്ങളുടെയും മറ്റ് എന്താ പറയുക രീതികളും വന്നു. ഇത് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതെന്തിലേക്ക് നയിച്ചു? ഇത് ആളുകളുടെ കയ്യിൽ ലാൻഡ് എന്ന ഒരു കാര്യത്തിൻ്റെയും അപ്പുറത്ത് അല്ലാത്ത രീതിയിലുള്ള കച്ചവടങ്ങളോടുള്ള പണം വരാൻ തുടങ്ങി. ഇതിനു വേണ്ട തൊഴിലാളികൾ ഉണ്ടാവാൻ തുടങ്ങി, അവർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മിഡിൽ ക്ലാസ് പതുക്കെ വരാൻ തുടങ്ങി. നോക്കൂ, പണ്ട് എന്താണ്, കുറേ പ്രഭുക്കന്മാരുണ്ട്, അല്ലെ? ഞാൻ മലയാളത്തിൽ എഴുതി പ്രഭുക്കന്മാരെന്ന് പറഞ്ഞിട്ട്. ആരുടെ? ഇപ്പോൾ പ്രീസ്ലി ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഫ്യൂഡൽ ലോഡ്സ് ആയിരിക്കാം. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അതിന് താഴെ കുറേ സാധാരണക്കാരുണ്ട്, അല്ലെ? കിങ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇതല്ലാണ്ട് ഈ ഏറ്റവും ദരിദ്രരും ഇവരുടെ ഇടയിൽ ഒരു മിഡിൽ ക്ലാസ് വന്നു. ഈ മിഡിൽ ക്ലാസ് എന്താണ് നോക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കച്ചവടം നടത്തുന്നു, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് എന്തില്ല, വേണ്ട അധികാരങ്ങളില്ല. ഈ മിഡിൽ ക്ലാസിന്റെ എന്താ പറയുക ഒരു റെപ്രസെന്റേഷൻസ് ആണ്, അവരുടെ പ്രശ്നങ്ങളാണ് പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം പാർലമെന്റിന് എന്ത് വേണം, പാർലമെന്റിലെ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടണം. ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, പുതിയ അധികാരങ്ങൾ, അവർക്ക് പണം കയ്യിലുണ്ട്, അവരുടെ കയ്യിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ രീതികൾ തന്നെ നിലനിന്ന് പോകുന്ന എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളാണ് മൊണാർക്കിയുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, എൻലൈറ്റൻമെന്റ്, നവോത്ഥാനം, ഇതൊക്കെ പാർലമെന്റിനെയും മൊണാർക്കിയെയും ഇടയ്ക്കിടയ്ക്ക് എന്തിലേക്ക് കൊണ്ടുവരികയാണ്, തമ്മിൽ ലോഗർ ഹെഡ്സിൽ, അതായത് അവർ തമ്മിൽ ഉള്ള ഇടി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊണാർക്കിയുടെ സപ്പോർട്ടേഴ്സ് എന്ന തരത്തിൽ ഇതൊക്കെ ജനറലായിട്ട് പറയുകയാണ്. ജനറലി നമുക്ക് ഈ ലാൻഡ് ബേസ്ഡ് ആയിട്ട് അപ്പോഴും കാര്യങ്ങൾ നീക്കുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരെയും മറ്റും നമുക്ക്
മൊണാർക്കിയുടെയും മറ്റുമായിട്ടുള്ള സപ്പോർട്ടേഴ്സായിട്ട് കുറേയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ജനറലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇംഗ്ലണ്ടിൽ ഈ ഒരു ഇടി പതുക്കെ നടക്കുന്നുണ്ട്. ഇത് ഒരു വർഷം തുടങ്ങിയ പരിപാടിയല്ല, ഇതൊരു കാലഘട്ടം മുതൽ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു അടിസ്ഥാനപരമായിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് മാഗ്നാ കാർട്ടയാണ്. എന്തുകൊണ്ട് മാഗ്നാ കാർട്ട ഇമ്പോർട്ടൻ്റ് ആകുന്നു? ഇതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ആദ്യ അവകാശ പത്രികയായിട്ട് അറിയപ്പെടുന്നത്. എന്താണ് അവകാശ പത്രിക? റൈറ്റ്സ് അല്ലേ, അവകാശങ്ങൾ. ഇതാ നിങ്ങൾക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്ന് ആര് പറയുകയാണ്? കിങ് ജോൺ. അതായത് എല്ലാ ദൈവദത്തമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ആളാണ് രാജാവ്. രാജാവിന് എന്തും ചെയ്യാം. രാജാവിന് ഒരാളെ ഇനി നിന്നെ ഞാൻ തടവിലിടും തീരുമാനിച്ചാൽ ഉടനെ തടവിലിടാം. എനിക്ക് തോന്നുന്ന ആളെ ഞാൻ പുറത്തു വിടാം. നിന്റെ എന്താ പറയുക, നിന്നെ കുരിശിൽ തറയ്ക്കണം, അല്ലെങ്കിൽ നിന്നെ കത്തിച്ച് എന്താ പറയുക കൊല്ലണം. ഇങ്ങനെ എന്ത് ശിക്ഷ വിധിക്കണോ അത് വിധിക്കാം. ഇതല്ല ചെയ്യേണ്ടത്. ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, റൈറ്റ്സ് ഉണ്ട് എന്ന ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്, മാഗ്നാ കാർട്ടയിലൂടെ ആദ്യമായിട്ട്. ഇന്ന് കാണുന്ന അത്രയും ഓപ്പൺ അവകാശങ്ങളൊന്നും അല്ല കേട്ടോ. അന്നും ഒരുപാട് പല സൊസൈറ്റിയെ പല സെക്ഷനായി തിരിക്കുകയും ചിലർക്കൊക്കെയാണ് ഈ അവകാശം കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് എല്ലാ സാമാന്യ ജനത്തിനെല്ലാം ഫുൾ അവകാശങ്ങളും കിട്ടിയെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. പക്ഷെ ആദ്യ പടിയായിട്ട് ഇതിനെ കണക്കാക്കാം. 1215 ജൂൺ 15 ഒപ്പിടപ്പെടുന്ന ഈ ഒരു മാഗ്നാ കാർട്ട എന്ന് പറയുന്ന ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്നത് ഏത് രാജാവാണ്? കിങ് ജോൺ ആയിരുന്നു. ആ സമയത്ത് പോപ്പ് ആരായിരുന്നു? ഇന്നസെന്റ് മൂന്നാമനായിരുന്നു പോപ്പ്. ഈ പോപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്താ? കാരണം ഇനി അങ്ങോട്ട് പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലായിടങ്ങളിലും വിശ്വാസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു രാജാവും അങ്ങേരുടെ തന്നെ മകനും അല്ലെങ്കിൽ മകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പിതാവും തമ്മിലൊക്കെ എന്താണ്, ഇംഗ്ലണ്ടിൻ്റെ പല പാർട്ടുകളൊക്കെ, അതൊക്കെ നമ്മളിപ്പോൾ ഉടനെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അത് വെയിൽസ് എന്ന് പറയും, സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെയുള്ള ഒരാളും ഇവിടെയുള്ള ഒരാളും പറയുമ്പോൾ ഒരാൾ അച്ഛനും മകനായിരിക്കും. ഇവർ തമ്മിൽ പ്രശ്നമാണ്. കാരണം ഒരാൾ ഫോളോ ചെയ്യുന്ന വിശ്വാസമൊന്നും മറ്റേ ആൾ ഫോളോ ചെയ്യുന്ന വിശ്വാസം വേറൊന്നും. ഇവരൊക്കെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ്, എന്നാൽ അവർ തമ്മിൽ എന്താണ് ചില ഇഷ്യൂസ്. ഒരാളുടെ വിശ്വാസ സംഹിതയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട, ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് ഒരാൾ പറയുമ്പോഴേക്കും ഇല്ല അത് പറ്റില്ലെന്ന് ഒരാൾ പറയുന്നു, തമ്മിൽ പ്രശ്നമാകുന്നു, അടി തുടങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലുള്ള പല സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് തങ്ങളുടെ എന്തുകൂടിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്, തങ്ങളുടെ അധികാരത്തിൻ്റെ മുകളിലേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ്, തങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലേക്ക് ടച്ച് ചെയ്താൽ എന്ത് ചെയ്യുന്നത് ആളുകൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് കൊണ്ടുകൂടിയാണ് പോപ്പിൻ്റെ പേര് കൂടി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. ഈ മാഗ്നാ കാർട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മഹത്തായ ഉടമ്പടി. അതുപോലെ തന്നെ വേറെ രീതിയിൽ കൂടി PSCയിൽ ചോദ്യം വരാം വേണമെങ്കിൽ. മറ്റു പല എക്സാമ്പിളിൽ ഞാൻ ചോദ്യം കണ്ടിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഹേബിയസ് കോർപ്പസ്. നോക്കൂ, കറക്റ്റ് ഇപ്പോൾ കാണുന്ന അതേ ഹേബിയസ് കോർപ്പസ് എന്താ പറയുക വന്നു എന്നല്ല, അതിൻ്റെ പ്രിൻസിപ്പിളുകൾ ഞാൻ പറഞ്ഞില്ലേ, ചില റൈറ്റ്സ് ഉണ്ട് അല്ലേ, ആളുകളെ വെറുതെ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ പറ്റില്ല എന്ന തലങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യുകയാണ്, ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അവകാശ പത്രികയും മാഗ്നാ കാർട്ടയാണ് എന്ന് എന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇപ്പം മാഗ്നാ കാർട്ടയുമായി ബന്ധപ്പെട്ട് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ എന്താ പറയുക അവകാശ പത്രികയാണ്, ഒരു റൈറ്റ്സ് ഡോക്യുമെൻ്റ് ആണ് എന്ന് ഓർക്കുക. കിങ് ജോൺ ആണ് ഇതിൽ ഒപ്പിട്ടത്. 1215 ജൂൺ 15 എന്ത് ചെയ്യുന്നത് ഈ ഉടമ്പടിയുടെ രൂപീകരണം നടക്കുന്നത്. ആ സമയത്ത് പോപ്പ് എന്ന് പറയുന്നത് ഇന്നസെന്റ് മൂന്നാമനാണ്. മഹത്തായ ഉടമ്പടി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാഗ്നാ കാർട്ട ഉടമ്പടിയിലാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ തെരുവിൽ കഴിയുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ല രാജാവിനെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുന്നത് പ്രത്യേകം ഓർക്കുക. ആ സമയത്തെ എന്താ പറയുക അധികാരം ഞങ്ങൾക്കും കൂടി വേണം എന്ന് കരുതുന്ന പ്രഭുക്കന്മാരും അങ്ങനെ കുറേ ആളുകളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ത് ചെയ്യുന്നത് രാജാവിനെ കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിക്കുന്നത്. ഇത് പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു ഭാഗം, അത് 100 years വാർ അഥവാ ശതവത്സര യുദ്ധമാണ്. എന്താണ് 100 years വാർ അഥവാ ശതവത്സര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ എന്താണത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ശതവത്സര യുദ്ധം ആക്ച്വലി 100 years വാർ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നടക്കുന്നത് 116 വർഷത്തിലാണ്. എത്രയാണ്? 116 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരുന്നു 100 years വാർ അഥവാ ശതവത്സര യുദ്ധം.
ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. 1337 തുടങ്ങുന്ന യുദ്ധം അവസാനിക്കുന്നത് 1453 1337 തുടങ്ങുന്ന യുദ്ധം അവസാനിക്കുന്നത് 1453 അപ്പം ഈ ശതവത്സര യുദ്ധം എന്ന് പറയുന്നതിനിടയിൽ പല പല യുദ്ധങ്ങൾ, ഇത് 116 വർഷം ഒരു ഇടികൂടിക്കൊണ്ടിരിക്കുകയെന്നല്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ തിരി നിൽക്കും, പക്ഷെ പിന്നീട് ഉടനെ അതുമായി ബന്ധപ്പെട്ട അടുത്ത യുദ്ധം എന്തെങ്കിലും കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ തുടങ്ങും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ്. ഇതിൻ്റെ യുദ്ധം തുടങ്ങുമ്പോൾ, അതായത് ഈ യുദ്ധങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ രാജാവ് ആരായിരുന്നു ചോദിച്ചാൽ അത് എഡ്വേർഡ് മൂന്നാമനാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ആരായിരുന്നു? എഡ്വേർഡ് മൂന്നാമനായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ യുദ്ധം തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിൻ്റെയൊക്കെ പല പല ഡൈനസ്റ്റികളുണ്ട്, മനസ്സിലാവും, രാജകുടുംബങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? ഓരോരോ ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയില്ലേ, കൊച്ചി രാജവംശം അല്ലെ, സാമൂതിരിയുടെ എന്താ പറയുക രാജവംശം എന്നൊക്കെ പറയില്ലേ, ഇപ്പം സ്വരൂപങ്ങൾ എന്നൊക്കെ ഇവർ അറിയപ്പെടുന്നില്ല, നെടിയിരിപ്പ് സ്വരൂപം അല്ലെ, അങ്ങനെ പല പല സ്വരൂപങ്ങളുടെ പേരിലേക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ അവിടെ ഡൈനാസ്റ്റികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എഡ്വേർഡ് മൂന്നാമൻ എന്ന് പറയില്ലേ, ഇങ്ങേര് അടിസ്ഥാനപരമായിട്ട് ഫിലിപ്പ് നാലാമനുണ്ട്, ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഫിലിപ്പ് നാലാമനുണ്ട്. ഈ ഫിലിപ്പ് നാലാമൻ്റെ പേരക്കുട്ടിയാണ് ഈ എഡ്വേർഡ് മൂന്നാമൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ രാജാവ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഈ ഇംഗ്ലണ്ടിലെ രാജാവ് പറയുകയാണ്, ആക്ച്വലി അപ്പോൾ ഫ്രാൻസ് ആർക്ക് അവകാശപ്പെട്ടതാണ്? അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് മൂപ്പരം എന്ത് ചെയ്യുന്നു? ഫ്രാൻസിന്റെ, അതായത് അപ്പം ഈ രാജാധികാരം, ഒരു രാജ്യത്തിന്റെ രാജാധികാരം ആർക്ക് എന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇന്നത്തെ ഇംഗ്ലണ്ടോ അന്നത്തെ ഫ്രാൻസോ പോലും ഒന്നുമില്ല കേട്ടോ, അതിന്റെ അതിർത്തികളൊക്കെ വ്യത്യാസമുണ്ട്, പല പല ഇടങ്ങൾ പല പല രീതിയിലേക്കാണ് കിടക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരാണ്. അപ്പോൾ ഈ ഫിലിപ്പ് നാലാമന്റെ പേരക്കുട്ടിയായിട്ടുള്ള ഇങ്ങേര് എന്ത് ചെയ്യുകയാണ്, ഓക്കെ എന്നാൽ ആ ക്രൗണിന്റെ മുകളിൽ, ഫ്രാൻസിന്റെ ക്രൗണിന്റെ മേലിൽ എനിക്കുണ്ട് എന്തുണ്ട് അവകാശം ഉണ്ടെന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അത് അവസാനം എവിടേക്ക് എത്തുകയാണ്? ഇവർ തമ്മിൽ, ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ്. 337 യുദ്ധം ആരംഭിക്കുന്നു. ആ സമയത്ത് എഡ്വേർഡ് മൂന്നാമനാണ് ഇംഗ്ലണ്ടിന്റെ രാജാവ്. ഈ യുദ്ധം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ്. ബേസിക്കലി ഇംഗ്ലണ്ടുകാരെന്ത് ചെയ്യുകയാണ്, ഇംഗ്ലണ്ടിലെ ആളുകൾ വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ട് പോവുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവരെ ഫ്രാൻസിന് അങ്ങനെ വല്ലാണ്ട് പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല. അവസാനം ഒരാൾ വരുന്നുണ്ട്. ഏതാണ്? ജോവാൻ ഓഫ് ആർക്ക്. ആരാണ്? ജോവാൻ ഓഫ് ആർക്ക്, മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്ന ആള് അല്ലെ, മെയ്ഡ് ഓഫ് ഓർലിയൻസ്. എന്താണ് ഓർലിയൻസ്? മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആര്? ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്ക് ഏതാണ്ട്, അതായത് ഈ ഓർലിയൻസ് എന്ന് പറയുന്ന ഈ നഗരം കൂടി വീണ് കഴിഞ്ഞാൽ ഏതാണ്ട് ഇംഗ്ലണ്ടിന്റെ എന്താ പറയുക സൈന്യം എന്ത് മറികടക്കുമായിരുന്നു? ഫ്രാൻസ് മൊത്തത്തിൽ ഏതാണ്ട് പിടിക്കുമെന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു, അന്ന് ആ ജോവാൻ ഓഫ് ആർക്ക് എനിക്ക് തോന്നുന്നു 17-18 വയസ്സേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു വയസ്സുള്ള ഈ യുവതിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുകയാണ്, ഒരു പടയാളികൾ, കുറേ ആളുകൾ എന്ത് ചെയ്യുകയാണ്, അവർ സ്വയം എന്ത് ചെയ്യുകയാണ്, ഒരു സൈന്യത്തിനെ ഉണ്ടാക്കിയിട്ട് അവർ എതിർക്കാൻ വരികയാണ്. എന്നിട്ട് ഈ സീജ് ഓഫ് ഓർലിയൻസിൽ ഇംഗ്ലണ്ടിന്റെ പടയാളികൾ പരാജയപ്പെടുകയാണ്. ജോവാൻ ഓഫ് ആർക്കിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുകയാണ്, അവിടെ അവർ വിജയം കൈവരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു മോറൽ ബൂസ്റ്റർ ആയിരുന്നു ആർക്ക്? ഫ്രാൻസിന്. അതിനുശേഷം ഫ്രാൻസ് പലയിടങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പലയിടങ്ങളും ഇവർ തിരിച്ചു പിടിക്കുന്നു. അവസാനം എന്ത് ചെയ്യുകയാണ്, ജോവാൻ ഓഫ് ആർക്കിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിൽ എന്ത് ചെയ്യുകയാണ്, ഫ്രാൻസിലെ രാജാവിനെ തന്നെ എന്ത് ചെയ്യുകയാണ്, അവിടെ രാജാവായിട്ട് എന്ത് ചെയ്യുന്നു, താൽക്കാലികമായിട്ട് ആ ഉള്ള സ്ഥലങ്ങളൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, രാജാവായിട്ട് വാഴിക്കുകയാണ്. പക്ഷെ പിന്നീട് യുദ്ധം തുടരുകയാണ്. ഇംഗ്ലീഷുകാരിടയ്ക്ക് അഡ്വാൻസ് നടത്തും. പിന്നെ 2-3 സ്ഥലങ്ങളിൽ ഇവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ജോവാൻ ഓഫ് ആർക്ക്, അതായത് ഇംഗ്ലീഷുകാരുണ്ട്, ഫ്രാൻസിൽ തന്നെയുള്ള ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഹെൽപ്പോട് കൂടി ജോവാൻ ഓഫ് ആർക്കിനെ പിടിക്കുകയാണ്. ജോവാൻ ആർക്കിനെ പിടിച്ചു. എന്നിട്ട് ആണുങ്ങൾ ഇടേണ്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ഇന്നൊക്കെ നമ്മൾ കേട്ടാൽ ചിരിക്കുന്ന പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, സഭ ഇവരെ എന്ത് ചെയ്യുകയാണ്, വിചാരണയ്ക്ക് വിധേയരാക്കുകയാണ്. എന്നിട്ട് ഇവർ സഭയ്ക്കെതിരായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇവരെന്തായിരുന്നു, ഇവരുടെ പ്രവർത്തികളെല്ലാം എന്തായിരുന്നു, ദൈവനിഷേധം എന്നുള്ള രീതിയിൽ അല്ലെ, ഹെയർസേ എന്ന് പറയില്ലേ നമ്മൾ, ബ്ലാസ്ഫെമി എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഇവരോട് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്, ഇവരെ വധശിക്ഷയ്ക്ക് എന്ത് ചെയ്യുകയാണ്, വിധിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇവരെ ഹിയർസേ അല്ലെങ്കിൽ എന്താ പറയുക, ബ്ലാസ്ഫെമി ചെയ്തു ഇവര് എന്ന് പറഞ്ഞുകൊണ്ട്. ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, അതായത് ദൈവനിഷേധം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ദൈവത്തിനെ അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലുമൊക്കെ ആരാധിക്കുന്ന ഒരു കാര്യത്തിനെ
എന്താ പറയുക പരിഹസിച്ചു അല്ലെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുന്ന ആ കുറ്റത്തിന് പറയുന്ന പേരാണ് എന്ത് ബ്ലാസ്ഫെമി എന്ന് പറയും. ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ്, പല പല സ്ഥലങ്ങളിലും അത് ഇന്ത്യയിലും ചില ആൾക്കാർ പറയാറുണ്ട് അല്ലെ, എന്താണ് ദൈവത്തിനെ നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഇഷ്യൂസ് കേൾക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അല്ലെ. ഞാൻ പാകിസ്ഥാൻ പറയാൻ കാരണം പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ വരാറുണ്ട്. അതായത് അവിടെ എന്തെങ്കിലും ഒരു പേരിൽ ഒരു ഇഷ്യൂ ബ്ലാസ്ഫെമി ഒരാൾ ചെയ്തു എന്ന് പറയും, എന്ത് ചെയ്യും, ഈ അടുത്ത് തന്നെ ഉറുദുവിൽ എഴുതിയിട്ടുള്ള എന്തൊക്കെയോ അക്ഷരങ്ങൾ ഡ്രസ്സിൽ, അതായത് ചുരിദാറിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മലയാളത്തിലും പല ലെറ്റേഴ്സിലും അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിലൊക്കെ ഉള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഷർട്ടൊക്കെ ഇടുമല്ലോ, അവിടെ ഇതുപോലെ ഉറുദുവിൽ എന്തോ ഒരു സാധനം എഴുതി. അത് ഉറുദുവിൽ ഏതോ ഒരു എന്താ പറയുക ഒരു പാട്ടിന്റെ ലിറിക്സ് എന്തോ പോലത്തെ ഒരു വലിയൊരു കവിയുടെ എന്തോ ആണ് ആ കുട്ടി എഴുതിയിരുന്നത്. പക്ഷെ അതെന്തോ ഖുറാനിലെ വചനങ്ങളാണ് ആള് ചുരിദാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമായി. എന്താ പറയുക, അത് ബ്ലാസ്ഫെമി എന്ന തലത്തിൽ എന്താണ് ആളുകളൊക്കെ കൂടി അവരെ തല്ലാനും ഇതാക്കാനൊക്കെ പോയി. പിന്നെ എങ്ങനെയൊക്കെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്ന് കേട്ടിരുന്നു. അപ്പൊ ഈ രീതിയിൽ ജോവാൻ ഓഫ് ആർക്കിനെതിരായിട്ട് എന്താണ് അവര് ബ്ലാസ്ഫെമി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുകയാണ്. അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും അവരെ എന്ത് ചെയ്യുകയാണ്, അന്നത്തെ വധശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കൊല്ലലല്ല, അവരെ ഒരു തൂണിൽ അവരെ എന്ത് ചെയ്യുകയാണ്, ഒരു തൂണിൽ അവരെ കെട്ടിയിടുകയാണ്. എന്നിട്ട് അടിയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് മരങ്ങളൊക്കെ കൂട്ടിയിട്ട് അവരെ ജീവനോട് കൂടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ കത്തിക്കുന്നത് ഈ രീതിയിൽ ക്രൂരമായിട്ട് കൊല്ലുന്നത് 1930. ആക്ച്വലി ഫ്രാൻസിന്റെ ഇവരുടെ കയ്യിലാണ് ജോവാൻ ഓഫ് ആർക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇവരെ ഇംഗ്ലണ്ടുകാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിലെ രാജാവ് അപ്പോഴും ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത്. 431 ഇവർ എന്ത് ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ജസ്റ്റ് കുറച്ച് വർഷങ്ങൾക്കപ്പുറം 40കളിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ഈ നടത്തിയ വിചാരണ വീണ്ടും ഒന്നുകൂടി അവർ പുനഃപരിശോധിക്കുകയും ശരിയായ രീതിയിലേ അല്ല, കംപ്ലീറ്റ് എന്തായിരുന്നു പ്രശ്നമായിരുന്നു വിചാരണ എന്നത്. ഇവരെ വേഗത്തിൽ ഇവരെങ്ങനെയെങ്കിലും ഇങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വിചാരണയായിരുന്നു അത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ വിധി എന്ത് ചെയ്യുന്നു, അവർ മാറ്റുന്നു. അപ്പോഴേക്കും ഇവർ കൊല്ലപ്പെട്ടോ, അതൊക്കെ വേറെ കാര്യം. അതിനുശേഷം 1920 നമ്മളുടെ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. കാനനൈസേഷൻ നടത്തുകയാണ് സഭ പിന്നീട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശതവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണ് എന്ന് പറയുന്ന കാര്യം നടന്ന വർഷങ്ങൾ തുടങ്ങിയ സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ജോവാൻ ഓഫ് ആർക്ക് ഓർലിയൻസ് എന്ന് പറയുന്ന നഗരം കൊല്ലപ്പെട്ട വർഷം, അവരെ കാനനൈസേഷൻ നടത്തിയിട്ടുള്ള വർഷം. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുകാർ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നടന്നിട്ടുള്ള ഇഷ്യൂസിന്റെ കാര്യങ്ങളുടെ ഇടയിലൊക്കെ എന്ത് നടക്കുന്നത്, അതിനും ഒരുപാട് കാലം മുന്നേ എന്ത് നടക്കുന്നുണ്ട്, രാജാവും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാഷസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനിടയിലാണ് എന്ത് വരുന്നത്, ഇവിടെ നമ്മളുടെ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ പല പല പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ വരികയും പോവുകയും ചെയ്തത്. ഇങ്ങനെയുള്ള 3 ഡൈനാസ്റ്റീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഈ ഡൈനാസ്റ്റികൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വരൂ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ട്യൂഡോർ ഡൈനാസ്റ്റിയാണ്. ആരായിരുന്നു? ട്യൂഡോർ ഡൈനാസ്റ്റി. എന്താണ് ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ പ്രത്യേകത? ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ അതായത് ട്യൂഡോർ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാണുന്ന ആദ്യത്തെ രാജാവ്, അത് സ്ഥാപിച്ച രാജാവ് എന്ന തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഹെൻറി ഏഴാമനായിരുന്നു. ഹെൻറി ഏഴാമനായിരുന്നു ട്യൂഡോർ രാജവംശത്തിന്റെ ആള് എന്ന് പറയുന്നത്. ഇനി ഈ ട്യൂഡോർ രാജവംശം അടിസ്ഥാനപരമായിട്ട് ഇവര് കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ അത്യാവശ്യം പാർലമെന്റുമായിട്ട് സഹകരിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. 485 മുതൽ 1603 വരെയുള്ള ഒരു അത്യാവശ്യം നല്ലൊരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു, ട്യൂഡോർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഇവര് വലിയ രീതിയിലേക്ക് എന്താ പറയുക, പാർലമെന്റുമായിട്ട് എപ്പോഴും എന്താ പറയുക അടികൂടാനും പ്രശ്നങ്ങൾക്കൊന്നും ഇവർ പോവാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും എങ്ങനെയാണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരും പോകുന്നുണ്ടായിരുന്നു. ഇനി ഈ ട്യൂഡോർ രാജവംശത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെനേസൻസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ റെനേസൻസ് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു നവോത്ഥാനം എന്ന് പറയുന്ന തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങളും മറ്റുമൊക്കെ, ഒരു റിഫോർമേഷൻ മൂവ്മെന്റുകൾ, ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ട്യൂഡോർ ഡൈനാസ്റ്റി. അപ്പോൾ വലിയ രീതിയിലുള്ള എന്താണ് പ്രശ്നങ്ങളില്ലാണ്ട്, വലിയ പ്രശ്നമില്ലാണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു ഈ കാലഘട്ടം എന്നെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചിന്തകഥകൾ അല്ലെ, റെനേസൻസ് മൂവ്മെന്റുകൾ നടക്കുന്നു, ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നു, പഴയ കാലത്തെ വിശ്വാസത്തിനെ മാത്രം വെച്ചുകൊണ്ടിരിക്കാണ്ട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു, റാഷണൽ ആയിട്ട് ആലോചിക്കുന്നു. ഇതെന്തിലേക്ക് നയിക്കുന്നുണ്ട്? പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക്. ഇത് പുതിയ മെർച്ചന്റ്
ഒരു മെർച്ചൻറ്റുകളുടെ അല്ലെ കച്ചവടക്കാരുടെ ഒരു വലിയ കൂട്ടം എന്ത് ചെയ്യുകയാണ് ഉണ്ടാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ന്യൂലി എമേർജിങ് മിഡിൽ ക്ലാസ്സിനും കൂടി കാരണമാവുന്ന മെർച്ചൻസ് ഉണ്ടാവുകയാണ്. വെറുതെ ഭൂമി മാത്രം കയ്യിൽ കരുതിയിട്ട് അത് മാത്രം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന എന്താ പറയുക ഒരു ലാൻഡഡ് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ തലത്തിൽ നിന്ന് മെർച്ചൻസിന്റെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പതുക്കെ പോയി തുടങ്ങുന്നത് ഈ ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ ഈ ഒരു സമയത്തായിരുന്നു. ഇതൊന്നുകൂടി ശക്തമാകുന്നത് ഏത് കാലഘട്ടത്തിലാ? സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയുടെ സമയത്താണ്. മനസ്സിലാകുന്നുണ്ടോ? സ്റ്റുവേർട്ട് ഡൈനാസ്റ്റി. പക്ഷേ സ്റ്റുവേർട്ട്സ് കിങ്സിന്റെ ഒരു പ്രത്യേകത ട്യൂഡോർ ഡൈനാസ്റ്റിയുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന പോലെ അത്രയും സഹകരണ മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയുടെ സമയമായപ്പോൾ സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രണ്ടുപേരും നിങ്ങൾ ആലോചിക്കേണ്ടത് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനാണ്. ഇവർ രണ്ടുപേരുടെയും ചിന്ത എന്തായിരുന്നു? ഈ അധികാരം എന്ന് പറയുന്നത് ഒരു ഗോഡ് ഗിവൺ പവർ ആണ് എന്ന തലത്തിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? അതായത് ദൈവദത്തമായിട്ടുള്ള അധികാരമാണിത് എന്നെന്ത് ചെയ്തു, ഈ രീതിയിലേക്ക് അവർ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റുവേർട്ട് രാജവംശത്തിന്റെ കാലഘട്ടം തുടങ്ങിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഞങ്ങളുടെ അധികാരം മുഴുവൻ ദൈവദത്തമാണ്, പാർലമെന്റിന്റെ മുകളിൽ ഇത്രയും കാലം സഹകരിച്ചു പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് പതുക്കെ എന്ത് ചെയ്യുകയാണ്, ഓക്കെ ഞങ്ങൾ ഇനി പാർലമെന്റിന്റെ മുകളിൽ ഞങ്ങളുടെ അധികാരം വരണം എന്ന രീതിയിൽ സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയിലെ കിങ്സ് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നീക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും? സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ വരികയാണ്. അതേ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? നേരത്തെ തുടങ്ങിയ റെനേസൻസ് മൂവ്മെന്റ് ഒക്കെ കാരണം മെർച്ചൻസ്, അതുപോലെ തന്നെ ഈ മെർച്ചൻസിന്റെ കച്ചവടം മറ്റു രീതിയിലുള്ള ഇൻകമും ഒക്കെ കിട്ടിയിട്ട് ഉയർന്നു വരുന്ന ഒരു മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഡിൽ ക്ലാസിന്റെ ഇൻട്രസ്റ്റ് ആരാണ് നോക്കിയിരുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു പാർലമെന്റ് ഈ പുതിയ ഒരു എന്താ പറയുക ഒരു അരിസ്റ്റോക്രസി എന്നുള്ള തലത്തിലേക്ക് വന്നിരുന്ന പുതിയൊരു കൂട്ടരുണ്ട് അല്ലേ. മെർച്ചൻസിന്റെ കയ്യിൽ പണമുണ്ട്, അവർക്ക് അപ്പോൾ പണമുണ്ടെങ്കിലുള്ള അധികാരങ്ങൾ വരുന്നുണ്ട്, അവർക്ക് സമൂഹത്തിൽ സ്വന്തമായ സ്ഥാനം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മിഡിൽ ക്ലാസ് വരുന്നു. പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റിന് ഇവരുടെ സപ്പോർട്ടും ഇവർക്ക് പാർലമെന്റിന്റെ സപ്പോർട്ടും നമുക്ക് പതുക്കെ പതുക്കെ കാണാനായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്തിലേക്ക് നയിക്കും? പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടം സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 1688 ഇംഗ്ലീഷ് ഗ്ലോറിയസ് റവല്യൂഷൻ, ഇംഗ്ലീഷ് റവല്യൂഷൻ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടാകുന്നു. അതിനുശേഷം വരുന്ന ഒരു ഡൈനാസ്റ്റി ഹാനോവർ ഡൈനാസ്റ്റിയാണ്. ഏതാണ്? ഹാനോവർ ഡൈനാസ്റ്റി. 1714 മുതൽ അങ്ങോട്ട് ഈ ഹാനോവർ ഡൈനാസ്റ്റിയാണ് ഉണ്ടായിരുന്നത്. ജോർജ് ഒന്നാമനായിരുന്നു ഇതിലെ ആദ്യത്തെ കിങ്. ഈ ജോർജ് ഒന്നാം ഇവർ ആക്ച്വലി പ്രഷ്യ, അതായത് ജർമ്മനിൽ ഒരു ജർമ്മൻ ലീനിയേജ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ജോർജ് ഒന്നാമൻ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ പോകുന്ന സമയത്ത് മനസ്സിലാവും ഇതിൽ കുറേ വിശ്വാസങ്ങൾ, ഭാഷ, അങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ജർമ്മൻ ലീനിയേജുള്ള ആളാണ് ജോർജ് ഒന്നാമൻ. ജോർജ് ഒന്നാമൻ കഴിഞ്ഞ് ജോർജ് രണ്ടാമൻ വരും. അതിനുശേഷം ജോർജ് മൂന്നാമനാണ് ഇംഗ്ലണ്ടിൽ തന്നെ ജനിച്ചിട്ട് ഈ ഹാനോവർ ഡൈനാസ്റ്റിയിലും ആയിട്ട് ഉണ്ടാവുന്ന ആദ്യത്തെ ആൾ. ഈ ജോർജ് മൂന്നാമനാണ് പ്രോപ്പർലി ഇംഗ്ലീഷൊക്കെ കറക്റ്റായി സംസാരിച്ചിരുന്ന, മാതൃഭാഷ പോലെ സംസാരിച്ചിരുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ജോർജ് മൂന്നാമനെ മുതലാണ് ശരിക്കും ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോപ്പർ ഡൈനാസ്റ്റിയുടെ ആള്, ഞങ്ങളുടെ രാജാവ് എന്ന തരത്തിലേക്ക് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ക്വീൻ വിക്ടോറിയയാണ് അല്ലെ. ക്വീൻ വിക്ടോറിയ നിങ്ങൾക്കറിയാം 1901 വരെ, 1800കളുടെ ഒരു തുടക്കമല്ല മധ്യഭാഗങ്ങളിൽ തുടങ്ങിയിട്ട് 1901 വരെ ക്വീൻ വിക്ടോറിയ ആയിരുന്നു രാജ്ഞി ഉണ്ടായിരുന്നത്. ക്വീൻ വിക്ടോറിയയുടെ സമയത്തല്ലേ നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിലെ ഒക്കെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വീൻ വിക്ടോറിയയുടെ കൊടുത്ത വിരുന്നും അങ്ങനെയൊക്കെ പലതും നമ്മൾ പഠിക്കാറുണ്ടല്ലോ, വൈസ്രോയിമാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1901 വരെ ക്വീൻ വിക്ടോറിയ ആയിരുന്നു. 1901 വരെ ഹാനോവർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കുന്നവരുണ്ട്. പക്ഷേ ഇതിന് ശേഷമുള്ള ആൾക്കാർക്കും ഹാനോവർ ഡൈനാസ്റ്റിയുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ പറയുന്നു. രണ്ട് തലത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ കണ്ടു. പക്ഷേ ഹാനോവർ ഡൈനാസ്റ്റി 714 മുതൽ ഓൺവേർഡ്സ് ഇങ്ങട് എന്ന് കണക്കാക്കുക. ഏതെങ്കിലും ഒരു വർഷം എന്ന് സ്പെസിഫിക്കലി ചോദിക്കുകയാണെങ്കിൽ 1901 ക്വീൻ വിക്ടോറിയയുടെ മരണം വരെ എന്നും ചില സമയങ്ങളിൽ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു. ഇതിൽ ആരുടെ സമയത്താണ് വിപ്ലവം നടക്കുന്നത്? മഹത്തായ വിപ്ലവം സ്റ്റുവേർട്ട് ഡൈനാസ്റ്റിയുടെ സമയത്താണ് നടക്കുന്നത്. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട 2 രാജാക്കന്മാർ? ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താണ് അടിസ്ഥാനപരമായിട്ട് ഈ റവല്യൂഷന് കാരണമായത് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? നോക്കൂ, ഈ മധ്യവർഗം ഉയർന്നു വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കച്ചവടപരമായിട്ടുള്ള അഡ്വാൻസുകൾ, പുരോഗതികൾ വന്നുകൊണ്ടിരുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്? മെർച്ചൻസ് അവർ ധനികരാവുകയാണ്. അതായത് ഈ ലാൻഡ് ഉണ്ട്, ആ ലാൻഡുള്ള ആളുകൾ മുഴുവൻ റിച്ച് ആയിട്ടുള്ള ആളുകൾ, അല്ലാതെ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് അതിൽ എന്താ പറയുക ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്താ പറയുക ഒരു തടവിലാക്കപ്പെട്ട പോലെ അല്ലെ, ഇവരിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ആളുകൾ എന്ന തലത്തിൽ നിന്ന് മാറിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു മിഡിൽ ക്ലാസ്, അത്യാവശ്യം പണമൊക്കെ കയ്യിലുള്ള ജീവിക്കാൻ അറിയുന്ന കുറേ ആളുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്തിലേക്ക് കണ്ടുവന്നു?
ഞങ്ങൾക്ക് ഞങ്ങളുടെ എന്ത് കിട്ടണം, വില കിട്ടണം, വാല്യൂ കിട്ടണം, അല്ലേ, സമൂഹത്തിൽ ഞങ്ങൾക്കൊരു സ്ഥാനം വേണം, അധികാരങ്ങൾ വേണം. അപ്പോൾ ഈ ഗ്രോയിങ് മിഡിൽ ക്ലാസ് അസ്വസ്ഥരാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് എന്ത് വേണം? നിലവിലെ സാമൂഹിക വ്യവസ്ഥിതി മാറ്റണം. അപ്പോൾ നിലവിലെ രാജാക്കന്മാർക്ക് ഇതിന് താല്പര്യമില്ല, അവർക്ക് ഫ്യൂഡൽ ഐഡിയാസ് തന്നെ മതി. പാർലമെന്റിനോ കിങ്സിൽ നിന്ന് എന്ത് ചെയ്യണം? അധികാരങ്ങൾ കയ്യിലാക്കണം. അതിനാരാണ്, ആരെ സപ്പോർട്ട് ചെയ്യാം? ന്യൂ ക്ലാസ്. ആരാണ് ഈ ന്യൂ ക്ലാസ്? ന്യൂ മിഡിൽ ക്ലാസ്. ആര് സപ്പോർട്ട് ചെയ്തു? പാർലമെന്റ് സപ്പോർട്ട് ചെയ്തു. പ്രധാന ചോദ്യം എന്തായിരുന്നു? ഹൂ ഹാസ് ദ റിയൽ പവർ? ഹൂ ഈസ് ദ റിയൽ പവർ ഹിയർ എന്ന് പറയുന്ന ചോദ്യമാണ് എന്ത് ചെയ്യുന്നത്? ഈ റവല്യൂഷനിലേക്ക് പതുക്കെ പതുക്കെ എന്ത് നയിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് റിലീജിയസ് കാര്യങ്ങളുമുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ പതുക്കെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം? ആ കാര്യങ്ങൾ കൂടി ഞാൻ പതുക്കെ പതുക്കെ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം? പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അപ്പോൾ പാർലമെന്റ് മിഡിൽ ക്ലാസ്സിനെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്? മിഡിൽ ക്ലാസ്സിന് പറ്റിയ, മെർച്ചൻസിന് പറ്റിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ ആര് പാസ്സാക്കി തുടങ്ങുകയാണ്? പാർലമെന്റ് പാസ്സാക്കി തുടങ്ങിയാണ്. അപ്പോൾ പാർലമെന്റിന് എന്ത് ചെയ്യണം? നിയമങ്ങൾ പാസ്സാക്കാൻ പറ്റും. അപ്പോൾ ഈ പുതിയ ക്ലാസ്സിനെ, ന്യൂ ക്ലാസ്സിനെ എന്താ പറയുക, അവർക്ക് അവരുടെ എന്താ പറയുക, പ്രൊഡക്ഷൻ ഉണ്ടാകും, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകും, അല്ലെ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ഉൽപാദനങ്ങളും വിതരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ലോസ്, നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുകയാണ്? ഇവർ വേറെ വേറെ രാജ്യങ്ങളിൽ പോയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്, അതിന് പറ്റിയ നിയമങ്ങൾ ഇവരുണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ബേസിക്കലി എന്ത് ചെയ്യുകയാണ്? ഈ ഓൾഡ് ഫ്യൂഡൽ ലോഡ്സിനെ, ഓൾഡ് ഫ്യൂഡൽ ഐഡിയാസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ടിരുന്ന കിങ്സിന് എന്താണ്, ഇവർക്കൊന്നും വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇവരുണ്ടാക്കുന്ന പാർലമെന്റിന്റെ നിയമങ്ങളൊക്കെ കിങ് ചോദ്യം ചെയ്യുക, തിരിച്ച് ഇവരെന്ത് ചെയ്യുക, പറയുക, ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് എന്ത് ചെയ്യുന്നു? കാണുന്നു. ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉയർന്നു വരുന്നു. ഈ ഒരു സമയത്താണ് ഒരു വേറൊരു സംഭവം, റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അതായത് എന്താണ് റിലീജിയസ് ആയിട്ട്? ഈ ഇംഗ്ലണ്ടിലെ ഈ രാജാവ്, പാർലമെന്റ്, ഇവർ തമ്മിൽ എന്താണ് പല 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 ഇഷ്യൂസ് ഉണ്ടാവുന്നു നമ്മൾ കണ്ടു, അല്ലെ. ഇതിനിടയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു അറിയോ നിങ്ങൾക്ക്? ഹെൻറി എട്ടാമൻ. ആരാണ്? ഹെൻറി എട്ടാമൻ. ഈ ഹെൻറി എട്ടാമൻ എന്ത് ചെയ്യുകയാണ്? നിലവിലുള്ള കാര്യങ്ങളിൽ ഒരു റിഫോർമേഷൻ വേണം എന്ന് കണ്ടുകൊണ്ട്, നിലവിലുള്ള കാര്യങ്ങളിൽ ഒരു റിഫോർമേഷൻ വേണം എന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണ് അറിയോ ഇദ്ദേഹം ഒരു പുതിയ വിശ്വാസ പ്രമാണത്തിന് തന്നെ എന്ത് ചെയ്യുകയാണ്? ഒരു ജന്മം കൊടുക്കുകയാണ്. എന്താണ് ഈ ഹെൻറി എട്ടാമൻ ചെയ്തത്? ഹെൻറി എട്ടാമൻ അപ്പോൾ ഉണ്ടായിരുന്ന കത്തോലിക് ചർച്ചിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പുതിയ ചർച്ച് അദ്ദേഹം കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പുതിയ ചർച്ച് അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇതാണ് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഫോർമേഷൻ ഹെൻറി എട്ടാമൻ ഈ ഒരു പുതിയ വിശ്വാസ സംഹിത കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനായ എഡ്വേർഡ് ആറാമന്റെ കാലഘട്ടത്തിലാണ് കൃത്യമായ രൂപീകരണം പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ നടന്നത് എന്ന അഭിപ്രായം പറയുന്നവരുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ആശയം കൃത്യമായി മുന്നോട്ട് വെച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചു തുടങ്ങിയത് ഹെൻറി എട്ടാമനായത് കാരണം അദ്ദേഹമാണ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് തുടങ്ങിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ബേസിക്കലി എന്താണ്? അച്ഛനും മകനും കൂടിയിട്ട് കത്തോലിക് ചർച്ചിന്റെ ഒരു എന്താ പറയുക, അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് പുറത്ത് എന്ത് ചെയ്യുകയാണ്? ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന് രൂപം കൊടുക്കുകയാണ്. മനസ്സിലാവുന്ന? ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന് രൂപം കൊടുക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇത് ഉണ്ടാകുന്നു, അല്ലെ, പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഉണ്ടാകുന്നു. ഈ ഒരു എന്താ പറയുക, ആളുകൾ അവർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ്, ഒരു പ്രയർ ബുക്കൊക്കെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രയർ ബുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രയർ ബുക്ക് ഉണ്ടാക്കുന്നു. അതിനുശേഷം ക്വീൻ എലിസബത്ത് എന്ത് ചെയ്യുകയാണ്? ക്വീൻ എലിസബത്ത് രാജ്ഞിയാവുകയാണ്. ആര് രാജ്ഞിയാവുന്നു? ക്വീൻ എലിസബത്ത് രാജ്ഞിയാവുകയാണ്. ക്വീൻ എലിസബത്ത് രാജ്ഞിയായ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരു പുതിയ പ്രയർ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കൊണ്ടുവരുന്നുണ്ട്. എന്ത് ചെയ്യുകയാണ്? ഒരു പുതിയ പ്രയർ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഈ പുതിയ പ്രയർ ബുക്ക് ഉണ്ടല്ലോ, ഈ പുതിയ പ്രയർ ബുക്ക് അനുസരിച്ച് ഇത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ചർച്ച് എന്ന തലത്തിൽ ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ആംഗ്ലിക്കൻ ചർച്ച്, ഏതാണ്? ഒരു ആംഗ്ലിക്കൻ ചർച്ച് രൂപീകരിക്കപ്പെടുകയാണ്. മനസ്സിലാവേണ്ട? ഒരു ആംഗ്ലിക്കൻ ചർച്ച് രൂപീകരിക്കപ്പെടുകയാണ്. പിന്നീട് ഇത് എന്ത് ചെയ്യുകയാണ്? ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഇവരുടെ വിശ്വാസ സംഹിത എന്താ പറയുക, ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്ന തലത്തിൽ അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ ഒരു ഒഫീഷ്യൽ റിലീജിയൻ എന്ന തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്? ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ്? കണക്കാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് വരുന്നൊരു നിയമം അനുസരിച്ച് ഈ ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടല്ലോ,
ഈ രീതി പ്രയർ ബുക്ക് ഉണ്ട്, ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് എന്തിനുള്ള അധികാരം? ക്രൗണിനുള്ള അധികാരം. മനസ്സിലാവുന്നുണ്ടോ? ഈ ക്രൗൺ, അതായത് രാജാവ് രാജ്ഞി ആവണമല്ലോ, ആ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? പ്രൊട്ടസ്റ്റന്റ് അഥവാ അതുമായി ബന്ധപ്പെട്ട ഈ പുസ്തകങ്ങളൊക്കെ നോക്കുന്ന ഈ ആംഗ്ലിക്കൻ എന്ന് വെച്ചാൽ ആംഗ്ലോ മൈസൂർ വാർന്ന് കേട്ടിട്ടില്ലേ? ഇംഗ്ലണ്ടിനുമായി ബന്ധപ്പെട്ടെന്ന് ഓർത്താൽ മതി, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? ക്രൗൺ, അതായത് സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് ചെയ്യുകയാണ്, വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, പ്രൊട്ടസ്റ്റന്റ് ചർച്ച എന്ത് ചെയ്യുകയാണ്? ആ തരത്തിൽ അധികാരം എന്ത് ചെയ്യുകയാണ്? കിങ്സ്, അതായത് അധികാരത്തിൽ ഇരിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ആ ഭാഗം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇംഗ്ലണ്ട് കിടക്കുന്ന ഒരു രീതിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാലോ? നോക്കൂ, ഇംഗ്ലണ്ടിന്റെ മാപ്പ് നോക്കൂ. ഇംഗ്ലണ്ടിന്റെ അല്ല, ആക്ച്വലി എന്താണ്, യുണൈറ്റഡ് കിങ്ഡമിന്റെ മാപ്പ് നോക്കൂ നിങ്ങൾ. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കണ്ടോ? ഇംഗ്ലണ്ട് ഇത് ഒരു അതിർത്തിയാണ്, ഇത് മറ്റൊരു അതിർത്തിയാണ്. ദേ ഞാൻ ഈ ചുവപ്പ് ഏതാണ്ട് വരച്ചു പോയ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇതാണ് ഇംഗ്ലണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വെയിൽസ് ആണ്. മുകളിലേക്ക് ഇതുള്ളത് സ്കോട്ട്ലൻഡ് ആണ്. ഇത് നോർത്തേൺ അയർലൻഡ് ആണ്. താഴെയുള്ളത് മറ്റൊരു രാഷ്ട്രമാണ്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സദേൺ അയർലൻഡ്, ഞാൻ ഇതിന്റെ മുഴുവൻ ചരിത്രത്തിലേക്ക് പോകുന്നത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. അതിന്റെ ചരിത്രം പറയുകയാണെന്ന് കുറച്ച് അധികം പോകും. ഇവയെല്ലാം കൂടി ചേർത്താണ് ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയുന്നത്. ഐൽസ് എന്ന് വെച്ചാൽ ഐലൻഡുകൾ എന്ന് കരുതുക, നിങ്ങൾ മനസ്സിലാക്കുക. ബ്രിട്ടീഷ് ഐൽസ്, മൊത്തം ഈ ഐലൻഡുകളെല്ലാം കൂടി ചേർന്നിട്ട് നോക്കൂ. ഇനി എങ്ങനെയൊക്കെയാ ഈ ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലൻഡും ചേരുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലൻഡും ചേരുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. മനസ്സിലാവുന്നുണ്ടോ? അതിനോടൊപ്പം ഈ നോർത്തേൺ അയർലൻഡ് രണ്ടാണ്, അതിൽ നോർത്തേൺ അയർലൻഡ് കൂടി ചേരുന്നതാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ UK എന്ന് പറയില്ലേ? UK എന്ന് പറയുന്ന സമയത്ത് ഏതാണ്? ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് ഇവയൊക്കെ ഉൾപ്പെടുന്ന ഗ്രേറ്റ് ബ്രിട്ടനും അതിനോടൊപ്പം ആരും കൂടി ചേരുമ്പോഴാണ്, നോർത്തേൺ അയർലൻഡ് കൂടി ചേരുന്ന സമയത്താണ് UK ആവുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആധുനികമായിട്ടുള്ള നിലവിലെ അവസ്ഥ. ഇപ്പോഴേ ഇങ്ങനെയാണ്, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പ് ഒരുപാട് കാലം മുമ്പ് 1600 17-ാം നൂറ്റാണ്ട് സമയത്തൊക്കെ ഇവിടത്തെ, അതായത് ചർച്ചുകളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ചർച്ചുകളുണ്ട്. ഈ സ്കോട്ട്ലൻഡിനാകട്ടെ, വെയിൽസിനാകട്ടെ, അയർലൻഡിന്റെ ഭാഗങ്ങൾക്കാകട്ടെ എല്ലാ ഇടങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്നു. വളരെ റോ ആയിട്ട് പറയണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒരുപാട് നീളും, മനസ്സിലാക്കാം. അപ്പൊ കിങ് ചാൾസ് എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് വരികയാണ്. ഇദ്ദേഹത്തിന്റെ അടിയിലാണ് സ്കോട്ട്ലൻഡും വെയിൽസും ഒക്കെ കേട്ടോ. പക്ഷെ അവിടെയും ആരുണ്ട്? അവിടെയും ആളുകളുണ്ട്, ഭരിക്കുന്ന ആളുകളുണ്ട്. ഇനി നോക്കൂ, ഇദ്ദേഹം 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിടുകയാണ്. എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്? അടിസ്ഥാനപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില അവകാശങ്ങളെല്ലാം പാർലമെന്റിനാണെങ്കിലും ജനങ്ങൾക്കുമെല്ലാം ചില അവകാശങ്ങൾ കൂടി ലഭിക്കുന്ന രീതിയിലുള്ള രാജാവിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുടെ ഒപ്പം തന്നെ മറ്റധികാരങ്ങൾ ആളുകൾക്ക് കൂടി കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഒപ്പിടുന്നത്. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ എന്ത് ചെയ്യുന്നത്? ഒപ്പിടുന്നത്. അപ്പോൾ രാജാവിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള ഇറ്റ് ബ്രോട്ട് ഇൻ റെസ്ട്രിക്ഷൻസ് ഓൺ ആർബിട്രറി പവേഴ്സ് ഓഫ് കിങ്. കിങ്ങിന് തോന്നുകയാണ് രാവിലെ എഴുന്നേറ്റ് എൻ്റെ പാർലമെന്റിൽ എനിക്കെതിരെ സംസാരിക്കുന്ന ആ 2 പേരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രീതിയിൽ എന്ത് ചെയ്യണം? ആർബിട്രറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ്? കുറയ്ക്കുന്നതാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒപ്പിട്ടു, പാർലമെന്റുമായിട്ട് ചേർന്ന് പോകാമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത് 1628 ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ 1629 മൂപ്പർ എന്ത് ചെയ്യാണ്? പാർലമെന്റ് ഡിസോൾവ് ചെയ്യുകയാണ്. ഹീസ് ഡിസോൾവിങ് ദ പാർലമെന്റ്. 629 മുതൽ 1640 വരെയുള്ള കാലഘട്ടത്തിൽ പാർലമെന്റ് കൂടുന്നേയില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൂടുന്നേയില്ല. ഇതിനുശേഷം പിന്നീട് ഇദ്ദേഹവും മറ്റ് പല അപ്പുറവും ഇപ്പുറമുള്ള സ്ഥലങ്ങളും തമ്മിലൊക്കെയുള്ള പല പല ഇഷ്യൂസ് ആരംഭിക്കുകയാണ്. അവസാനം 1639 1640 എന്ത് നടക്കുകയാണ്? ബിഷപ്സ് വാർസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ഇദ്ദേഹം മൊത്തത്തിലുള്ള രാജാവാണ്. സ്കോട്ട്ലൻഡിൽ ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സ്കോട്ട്ലൻഡിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ആളാരായിരുന്നു? ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം സ്കോട്ട്ലൻഡിലെയും വിശ്വാസ പ്രമാണങ്ങൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? കയറി ഇടപെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പ്രാർത്ഥനാ രീതികളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും
ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ചില പ്രത്യേക രീതികളിൽ അവ നടത്തണമെന്ന് എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. പക്ഷെ സ്കോട്ട്ലൻഡിലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ തുടർന്ന് പതുക്കെ എന്ത് ചെയ്യുകയാണ്? സ്കോട്ട്ലൻഡിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള ബിഷപ്പുമാരിലെ ചിലർ എന്ത് ചെയ്യുന്നു? പുറത്താക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആരംഭിക്കുന്ന ചില എന്താ പറയുക യുദ്ധങ്ങളെയാണ് ബിഷപ്സ് വാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ബിഷപ്സ് വാറുകൾ പലപ്പോഴും ഈ കിങ് ചാൾസ് ഒന്നാമന് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രമല്ല ചില തിരിച്ചടികളും കിട്ടുന്നുണ്ട്. പണം കൃത്യമായി ലഭ്യമാവുന്നില്ല. അതുപോലെ തന്നെ പാർലമെന്റിന് ആദ്യം 1639 പോയിട്ട് പണം തികയാണ്ടത് നിർത്തിയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കുന്നു അറിയോ നിങ്ങൾക്ക്? കുറച്ച് പൈസ ലഭിക്കാൻ വേണ്ടി ഇദ്ദേഹം അവസാനം പാർലമെന്റിനെ വിളിച്ചുകൂട്ടും. ആദ്യം വിളിച്ചുകൂട്ടിയ പാർലമെന്റ് ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പാർലമെന്റിനെ വീണ്ടും പിരിച്ചുവിടും. പിന്നീട് എന്തായാലും പണം വേണം, ഇനി പുതിയ ടാക്സുകൾ ഏർപ്പെടുത്തിയാലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് ഉറപ്പായപ്പോൾ ഇദ്ദേഹം 1640 പാർലമെന്റിനെ ദീർഘകാലത്തേക്ക് വീണ്ടും സമൺ ചെയ്യുകയാണ്. ന്യൂ ടാക്സസ് വെർ റിക്വയർഡ്. മനസ്സിലാവുന്നുണ്ടോ? ന്യൂ ടാക്സസ് വെർ റിക്വയർഡ്. ഈ സമയത്ത് പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കുകയാണ്. എന്താണ് ആ ആക്ട് എന്നറിയോ നിങ്ങൾക്ക്? ട്രൈനീയൽ ആക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ട്രൈനീയൽ ആക്ട്? എന്താണ് ട്രൈനീയൽ ആക്ട്? ട്രൈനീയൽ ആക്ട് ഓഫ് 1641. ട്രൈനിയൽ, ബൈനിയൽ എന്ന് വെച്ചാൽ എന്താണ്? 2 വർഷത്തിലൊരിക്കൽ. അതുപോലെയാണ് ട്രൈനിയൽ. എന്താണ് ട്രൈനിയൽ? ട്രൈനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലെങ്കിലും പാർലമെന്റ് വിളിച്ചു കൂട്ടിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 3 വർഷത്തിലൊരിക്കലെങ്കിലും പാർലമെന്റ് വിളിച്ചു കൂട്ടിയിരിക്കണം. നേരത്തെ ചെയ്തതുപോലെ 629 മുതൽ 40 വരെ വിളിക്കുകയേ ചെയ്യാതെ പോയതുപോലെ പോവാൻ ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ആക്ട് പാസ്സാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുന്നു? 1641 പാസ്സാക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യം ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചാൾസ് ഒന്നാമൻ 1640 എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടി എന്ന് പറഞ്ഞു അല്ലെ? ഈ പാർലമെന്റ് 1640 മുതൽ 1660 വരെ തുടർന്നു. ഇത്രയും ദീർഘമായ കാലം തുടർന്ന ഈ പാർലമെന്റിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ലോങ് പാർലമെന്റ് വിളിച്ചുകൂട്ടിയത് ഏത് രാജാവാണ്? വിളിച്ചുകൂട്ടിയത് നമ്മുടെ ചാൾസ് ഒന്നാമനായിരുന്നു. ചാൾസ് ഒന്നാമനായിരുന്നു വിളിച്ചുകൂട്ടിയിട്ടായിരുന്നത്. ഇനി ഈ ലോങ് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കെ എന്ത് സംഭവിക്കുകയാണ്? പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധങ്ങൾ കംപ്ലീറ്റ് എന്താണ്? വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം പാർലമെന്റ് തങ്ങളുടേതായിട്ടുള്ള അധികാരം ഇപ്പൊ ട്രീനിയൽ ആക്ട് പോലെയുള്ള ആക്ടുകളൊക്കെ പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? പാർലമെന്റ് തങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുകയാണ്? സ്ഥാപിച്ചെടുക്കുകയാണ്. പക്ഷേ കിങ്ങും പാർലമെന്റും ഒരു രീതിയിലും ഒന്നിച്ചു പോവാത്ത അവസ്ഥയിലേക്ക് വരികയും ഇത് എന്തിലേക്ക് എത്തിക്കുകയാണ്? ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക്, ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് എത്തിക്കുകയാണ്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് എത്തിക്കുകയാണ്. ഈ ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നത് 1642 മുതൽ 1651 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഈ നടന്ന ഈ ഒരു എന്താ പറയുക യുദ്ധത്തിൽ, ഈ ഇംഗ്ലീഷ് സിവിൽ വാറിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇംഗ്ലീഷ് സിവിൽ വാർ ആരംഭിക്കുന്നു, ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നു. ഇതിന്റെ ഇടയിൽ, അതായത് ഈ യുദ്ധങ്ങളൊക്കെ ഈ സമയത്ത് 3 നേഷൻ അല്ലെങ്കിൽ 3 സ്റ്റേറ്റ് വാർ എന്നൊക്കെ പറയും. 3 രാജ്യങ്ങൾ തമ്മിലുള്ള എന്താ പറയുക, 3 രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ മാപ്പ് കണ്ടത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിടയിൽ എന്താണ് ഇടയ്ക്ക് അയർലൻഡും വരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഇടയിൽ വേറെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ വലിയ എന്താ പറയുക ഈ യുദ്ധങ്ങളുടെ ഒരു സൈഡ് സെക്ഷൻ ഓഫ് യുദ്ധമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇംഗ്ലീഷ് സിവിൽ വാറും ഇവിടെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഒരുപാട് പേരുകൾ എന്താ പറയുക മരണപ്പെട്ട യുദ്ധമായിരുന്നു. ഇതിനിടയിൽ എന്ത് നടക്കുന്നത്? സഭകളുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചർച്ച് ഞങ്ങളാണ് മുമ്പിൽ, നിങ്ങളാണ് മുമ്പിൽ, അല്ലെ? രാജാവാണ് മുമ്പിൽ, പാർലമെന്റ് ആണ് മുമ്പിൽ, അങ്ങനെ ഒരു പ്രശ്നം. നിങ്ങളുടെ എന്താ പറയുക ചർച്ച്, ഈ ചർച്ച്, അങ്ങനത്തെ പ്രശ്നം. ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥന, അങ്ങനെ പല 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 ഇഷ്യൂസ് ഇങ്ങനെ നടന്ന ഈ വലിയ ഒരുപാട് കാര്യങ്ങൾ നടന്നതിനിടയിൽ നടക്കുന്ന ഒരു അതിന്റെ വൺ ഓഫ് ദ എന്താ പറയുക യുദ്ധങ്ങളിലൊന്നായിരുന്നു ഇംഗ്ലീഷ് സിവിൽ വാർ. 642 മുതൽ 651 വരെ നടന്നിട്ടുള്ള ഈ യുദ്ധത്തിൽ അവസാനം എന്ത് സംഭവിക്കുകയാണ്? ചാൾസ് ഒന്നാമന്റെ കിങ്ങിന്റെ സൈന്യത്തിനെ ആര് പരാജയപ്പെടുത്തുന്നു? മറുവശം പരാജയപ്പെടുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താ സംഭവിക്കുന്നത്? 1649 രാജാവിന്റെ സൈന്യത്തിനെ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. പാർലമെന്റ് യുദ്ധത്തിൽ ജയിക്കുന്നു. 1649 ഇത്രയധികം എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചാൾസ് ഒന്നാമനെ അവരെന്ത് ചെയ്യുകയാണ്? അവര് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം
അതിനുശേഷം ഒരാൾ അധികാരത്തിൽ വരുന്നുണ്ട്. അതായത് ജനാധിപത്യവാദിയായിരുന്ന ഒലിവർ ക്രോംവെല്ലാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാർലമെന്റിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നു, വരുന്നു. ഈ പാർലമെന്റിന്റെ നേതാവ് എന്ന തലത്തിൽ ഒലിവർ ക്രോംവെൽ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ജനാധിപത്യവാദിയായിരുന്നു. പക്ഷേ അവിടെ നടന്നിട്ടുണ്ടായിരുന്ന റൂള് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക ജനാധിപത്യ തലത്തിലുള്ള ഒരു ഒരു ഭരണമല്ല. പക്ഷെ ആക്ച്വലി പിന്നീട് നടക്കുന്നത് തുടക്കത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്തായിരുന്നു, ഒരു അങ്ങേരെ ഒരു പാർലമെന്ററി തലത്തിലുള്ള ആണെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു ആർമി പോലെയാണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ആർമിയിൽ നടക്കില്ലേ, അതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പാർലമെന്ററി ആർമി പോലെ ഉണ്ടായിരുന്നു നേരത്തെ നമുക്കറിയാം അല്ലെ, കാരണം അവരാണ് ഇപ്പുറത്തെ സൈന്യത്തിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യമൊക്കെ അറിയാം. ഈ ഒലിവർ ക്രോംവെല്ല് പക്ഷേ പിന്നീട് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത്യാവശ്യം ഒരു 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 ഏകാധിപതിയെ പോലെ ആയിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം പാർലമെന്റിൽ നിന്ന് തൻ്റെ അനുയായികളല്ലാണ്ട് ബാക്കിയുള്ള അനുയായികളെയെല്ലാം, അതായത് ഇദ്ദേഹം അതിശക്തമായിട്ട് തൻ്റെതായിട്ടുള്ള രീതിയിൽ ഭരണം കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിലേക്ക് തുടങ്ങിയപ്പോൾ അതിനെ എതിർത്തു ഒരുപാട് പേര്. ആ എതിർത്ത പാർലമെന്റിലെ ആളുകളെ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? പുറത്താക്കി. തൻ്റെ എന്താ പറയുക സിൽബന്ദികൾ എന്ന് പറയില്ലേ, അവരെ മാത്രം എന്ത് ചെയ്തു? പാർലമെന്റിൽ എന്ത് ചെയ്തു? ബാക്കിയാക്കി. ഇങ്ങനെ ബാക്കി വന്ന ഒലിവർ ക്രോംവെല്ലിന്റെ മാത്രമായിട്ടുള്ള ആളുകൾ ബാക്കി വന്ന ഈ പാർലമെന്റിനെയാണ് അവശിഷ്ട പാർലമെന്റ് അഥവാ റംബ് പാർലമെന്റ് അഥവാ റെസിഡ്യുവൽ പാർലമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒലിവർ ക്രോംവെല്ലിന്റെ മാത്രം ആളുകൾ എന്ത് ചെയ്യുന്നു? ബാക്കി വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ പാർലമെന്റ് അവശിഷ്ട പാർലമെന്റ് അഥവാ റംബ് അല്ലെങ്കിൽ റെസിഡ്യുവൽ പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകാലഘട്ടത്തിനെ 649 മുതൽ 658 ഒലിവർ ക്രോംവെല്ലിന്റെ മരണം വരെയാണ് എന്നും പറയുന്നുണ്ട്. 660 ലോങ് പാർലമെന്റ് തീരുന്ന വരെയാണ് എന്നും ഈ എന്താ പറയുക പീരീഡിനെ പറയാറുണ്ട്. നിങ്ങൾ ഓപ്ഷൻ നോക്കി, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ മിക്കവാറും തരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 649 ചാൾസ് ഒന്നാമന്റെ പരാജയത്തിന്റെ ആ വർഷം മുതൽ 658 ഒലിവർ ക്രോംവെല്ലിന്റെ മരണം വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ലോങ് പാർലമെന്റ് അവസാനിച്ച വർഷം, ഇതുവരേക്കുമാണ് എന്ത്? കോമൺവെൽത്ത് പീരിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോമൺവെൽത്ത് പീരിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സിവിൽ വാറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിലാക്കിയത് അല്ലെ. ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. 640 മുതൽ 660 വരെയാണ് ലോങ് പാർലമെന്റ് ഉണ്ടായിരുന്നത്. ട്രെയിനിയൽ ആക്ടിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തു? ഓൾറെഡി പറഞ്ഞു. അത് 1641 എന്ന കാര്യവും ഓർത്തു വെക്കുക. ഇംഗ്ലീഷ് സിവിൽ വാർ ഇതിനിടയിൽ പൊട്ടിപ്പുറപ്പെടുന്നു. രാജാവ് എന്ത് ചെയ്യുകയാണ്? പാർലമെന്റുമായിട്ട് കംപ്ലീറ്റ്ലി ഇടയുന്നു. 642 മുതൽ 651 വരെ ഈ ഇംഗ്ലീഷ് സിവിൽ വാർ തുടർന്നു. ഇതിനിടയിൽ 1649 എന്ത് സംഭവിക്കുകയാണ്? ചാൾസ് ഒന്നാമൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. കോമൺവെൽത്ത് പീരീഡ് എന്നറിയപ്പെടുന്നത് ഇതിനു ശേഷം വന്ന ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭരണകാലഘട്ടമായിരുന്നു. ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ജനാധിപത്യവാദിയായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു ഭരണകർത്താവായിരുന്നു ഇദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ത് ചെയ്യുകയാണ്? അതുപോലെ ആയിരുന്നില്ല പോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. തൻ്റേതല്ലാത്ത ബാക്കി ആളുകളെ എല്ലാം പുറത്താക്കിയിട്ട് അവശേഷിച്ച തൻ്റെ അനുയായികളെ മാത്രം വെച്ച് അദ്ദേഹം നടത്തിയിരുന്ന പാർലമെന്റ് ആണ് റംബ് പാർലമെന്റ് അഥവാ റെസിഡ്യുവൽ പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് എന്ന പേര് അല്ലെ. ബാക്കി എല്ലാവരും പുറത്താക്കിയിട്ട് അവശിഷ്ടം അല്ലെ, ബാക്കി വന്നത്, അതാണ് റെസിഡ്യൂ അല്ലെ. നമ്മൾ റെസിഡ്യൂ എന്ന് പറയില്ലേ, ആ രീതിയിൽ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവയെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു എന്താ പറയുക കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്ക് വരാറുണ്ട്. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. എന്താണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്? എന്താണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്? നോക്കൂ, ഗ്രീൻ റിബൺ ക്ലബ്ബ് ഒരു ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലബ്ബായിരുന്നു. ഇംഗ്ലീഷ് സിവിൽ വാറിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് ഈ ഗ്രീൻ റിബൺ ക്ലബിന്റെ പ്രത്യേകത? ഈ ഗ്രീൻ റിബൺ ക്ലബിന്റെ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കി. ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് അടിസ്ഥാനപരമായിട്ട് ആദ്യം അറിയപ്പെട്ടിരുന്നത് കിങ്സ് ഹെഡ് ക്ലബ് എന്ന പേരിലായിരുന്നു. എന്താ പേരിലാണ് അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? കിങ്സ് ഹെഡ് ക്ലബ്. കിങ്സ് ഹെഡ് ക്ലബ് എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഏത് പേരിലേക്ക് മാറി? ഗ്രീൻ റിബൺ. ഇവർ എന്ത് ചെയ്യുന്നു? തൊപ്പിയിൽ ഇവർ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ഗ്രീൻ റിബൺസ് ഇവരുടെ തൊപ്പിയിൽ എന്ത് ചെയ്യുന്നു? ഇവരുടെ മെമ്പേഴ്സ് ഇവർ ഇങ്ങനെ പതിച്ചു വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഗ്രീൻ റിബൺ ക്ലബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇവർ അടിസ്ഥാനപരമായിട്ട് ഒരു ആന്റി മൊണാർക്കി, ആന്റി കത്തോലിക് ക്ലബ്ബായിരുന്നു. മൊണാർക്കിക്കെതിരായിട്ടും അതുപോലെ കത്തോലിക്
കത്തോലിക് സഭയ്ക്കെതിരായിട്ട്, മനസ്സിലാവുണ്ടോ? മൊണാർക്കിക്കും കത്തോലിക് സഭയ്ക്കും എതിരായിട്ടായിരുന്നു ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോവും, അതായത് രണ്ട് പാർട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത്തരത്തിലുള്ള പാർട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ചില ആളുകളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന 2-3 പാർട്ടികളുണ്ട്. അതായത് ഏതൊക്കെയായിരുന്നു? വിക്സ് എന്നും ടോറി എന്നും പേരിലുള്ള 2 പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ പാർട്ടികളിൽ ഈ വിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടി അടിസ്ഥാനപരമായിട്ട്, ഈ വിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി അടിസ്ഥാനപരമായിട്ട് മൊണാർക്കിക്ക് എതിരായിരുന്നു. മനസ്സിലാവുണ്ടോ? മൊണാർക്കിയെ, രാജഭരണത്തിനോട് വലിയ താല്പര്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഇവരെന്താണ്, പാർലമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മൊണാർക്കി ഉണ്ടായിക്കോട്ടെ, അതായത് മൊണാർക്കി രാജാവ് അവിടെ ഇരുന്നോട്ടെ, പക്ഷേ പാർലമെന്റിനായിരിക്കണം എന്ത്, പ്രധാനപ്പെട്ട ഏറ്റവും സോവറിൻ ആയിട്ടുള്ള പ്രധാന അധികാരം പാർലമെന്ററിൽ ഭരണഘടനയ്ക്ക് വേണം, അതനുസരിച്ച് മൊണാർക്കി ഇരുന്നോട്ടെ എന്ന രീതിയിലായിരുന്നു. ടോറി പാർട്ടിക്കാര് അടിസ്ഥാനപരമായിട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള പണ്ട് മുതലുള്ള രീതിയിലുള്ള ഒരു രീതി എന്താണ്, തുടർന്ന് പോവാം എന്നൊക്കെ കുഴപ്പമില്ലാത്ത, കംപ്ലീറ്റ്ലി അല്ല കേട്ടോ, കുഴപ്പമില്ല എന്ന് കുറച്ചൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. പക്ഷെ എന്നാലും ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 പൊളിറ്റിക്കൽ പാർട്ടികളും ഒന്നിച്ചു ചേർന്നാണ് എവിടെ പ്രവർത്തിക്കുന്നത്, ഇംഗ്ലീഷ് സിവിൽ വാറിന്റെ സമയത്ത് കിങ്ങിന് ഡിസ്പോസിഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിക്സ്, ടോറി ഈ 2 പാർട്ടികളും ഇംഗ്ലീഷ് റവല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട 2 പാർട്ടികളാണ് എന്നെന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ. അപ്പോ എന്തൊക്കെ സംഭവിച്ചു? ചാൾസ് ഒന്നാമൻ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടിയത് ഓർമ്മയുള്ളൂ അല്ലേ? പിന്നെന്താണ്, മൂപ്പരുടെ കഴുത്തങ്ങ് പോയി അല്ലെ? അതുവരേക്കാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പോയത്. ചാൾസ് ഒന്നാമനപ്പം എന്ത് ചെയ്തു, പോയി. അതിനുശേഷം എന്ത് ചെയ്തു, ഒലിവർ ക്രോംവെല്ല് വന്നു. അദ്ദേഹത്തിന് ഈ കാലഘട്ടം കഴിഞ്ഞു. അവസാനം 1660 ലോങ് പാർലമെന്റ് അവസാനിക്കുകയാണ്. അതിനുശേഷം മൊണാർക്കി റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുണ്ടോ? മൊണാർക്കി റീസ്റ്റോർ ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇനി മൊണാർക്കി എങ്ങനെയാണ്, അവിടെ എന്തുണ്ട്, അവിടെ ഒരു ടിറ്റുലാർ ഹെഡ് പോലെ ഇനി മൊണാർക്കി, രാജാവ് ഉണ്ടാവും, പക്ഷേ പാർലമെന്റിന് വ്യക്തമായ അധികാരങ്ങൾ ഉണ്ടാകും. അങ്ങനെ ചാൾസ് രണ്ടാമൻ എങ്ങോട്ട് വരികയാണ്, അധികാരത്തിലേക്ക് വരികയാണ്. ചാൾസ് രണ്ടാമൻ എവിടേക്ക് വരികയാണ്, അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒലിവർ ക്രോംവെല്ലിന്റെ എന്താ പറയുക, മരണത്തിനെല്ലാം ശേഷം, ലോങ് പാർലമെന്റിന് ശേഷം മൊണാർക്കി തിരിച്ചു വരുമ്പോൾ ആദ്യം രാജാവാകുന്ന ആരാണ്, ചാൾസ് രണ്ടാമനാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് ഈ വിക്സും ടോറിയും അടിസ്ഥാനപരമായിട്ട് രൂപീകരിക്കും. ഇതിന്റെ ആശയങ്ങളൊക്കെ മുൻപേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു ഞാൻ നേരത്തെ ഗ്രീൻ റിബൺ ക്ലബിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ഗ്രീൻ റിബൺ ക്ലബിന് ഈ പേര് കിട്ടുന്നത് 1679 മനസ്സിലാവും. അതിനു മുമ്പ് അത് കിങ്സ് ഹെഡ് ക്ലബ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് റവല്യൂഷന്റെ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിനുശേഷം 1679 അത് ഗ്രീൻ റിബൺ ക്ലബ് എന്ന പേരിലേക്ക് മാറിയ സമയത്ത് ഇതിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ഈ വിക്സ് എന്ന് പറയുന്ന ഈ പാർട്ടിയിലെ ആളുകളാണ് ഉണ്ടായിരുന്നത്. ടോറിയിൽ ആളുകൾ ആരും ഇല്ലെന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ബേസിക്കലി വിക്സ്, അത് ആന്റി മൊണാർക്കി എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ് ഷെയർ ചെയ്യുന്ന ആളുകളാണ് ഗ്രീൻ റിബൺ ക്ലബ്ബിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. ഈ വിക്സ് പാർട്ടിയും ടോറി പാർട്ടിയുടെയും മുൻഘടകങ്ങളൊക്കെ എന്താണ്, നേരത്തെ പല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഈ പേരിൽ ഈ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നത് ആരുടെ സമയത്താണ്, ചാൾസ് രണ്ടാമന്റെ സമയത്താണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ മൊണാർക്കി റീസ്റ്റോർ ചെയ്യപ്പെടുന്നു 1660. ചാൾസ് രണ്ടാമൻ വരുന്നു. ഈ ചാൾസ് രണ്ടാമന്റെ സമയത്താണ് എന്ത് വരുന്നത്, വിക്സ്, ടോറി എന്നീ പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ ചാൾസ് രണ്ടാമന്റെ കാലഘട്ടം എന്ത് ചെയ്യുകയാണ്, പതുക്കെ അവസാനിക്കുകയാണ്. അതിനുശേഷം ആര് വരികയാണ്, ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വരികയാണ്. ജെയിംസ് രണ്ടാമൻ വന്നപ്പോൾ പിന്നെയും എന്ത് ചെയ്തു, പിന്നെയും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയില്ലേ, എഗെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാർലമെന്റ് ആൻഡ് കിങ് സ്റ്റാർട്ടഡ്. വീണ്ടും പാർലമെന്റും രാജാവും തമ്മിലുള്ള ഇഷ്യൂസ് പതുക്കെ എന്ത് ചെയ്യുകയാണ്, ആരംഭിക്കുകയാണ്. ജെയിംസ് രണ്ടാമനെ പാർലമെന്റ് പിന്നെയും യുദ്ധം എന്നുള്ള തലത്തിലേക്ക് പോകാനൊന്നും സമ്മതിക്കുന്നില്ല. ഈ ജെയിംസ് രണ്ടാമൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസ് രണ്ടാമൻ്റെ രാജ്ഞി ക്വീൻ ഉണ്ടായിരുന്നല്ലോ, ഈ ക്വീൻ റോമൻ കത്തോലിക് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ റോമൻ കത്തോലിക് വിശ്വാസങ്ങളുടെ പല കാര്യങ്ങളും ജെയിംസ് രണ്ടാമൻ ഒളിപ്പിച്ച് കടത്താൻ ഇവിടേക്ക് ശ്രമിക്കുന്നു എന്ന് എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് എന്ത് പാടില്ല, പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിക്ക് മാത്രം, അതും എങ്ങനെയാണ്, ആംഗ്ലിക്കൻ ചർച്ച് അല്ലേ, ക്വീൻ എലിസബത്തിന്റെ സമയത്ത് പ്രാർത്ഥനാ പുസ്തകത്തിന്റെ രീതി മാറ്റിയത് പറഞ്ഞില്ലേ? അപ്പൊ ആംഗ്ലിക്കൻ ചർച്ചിലെ ഭാഗമായിട്ടുള്ള
പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, രാജാവാൻ പറ്റുള്ളൂ. അപ്പൊ ജെയിംസ് രണ്ടാമൻ ഈ ഭാര്യയായിട്ടുള്ള ഈ എന്താ പറയുക ക്വീനിന്റെ ഈ RC വിശ്വാസങ്ങൾ എന്താണ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിഷപ്പ്, ആ സമയത്ത് അവിടുത്തെ ഒരു ബിഷപ്പും മറ്റ് 6 പാർലമെന്റിലൊക്കെ അംഗങ്ങളായിട്ടുള്ള 6 പേരും കൂടി എന്ത് ചെയ്യുകയാണ്, കത്തെഴുതുകയാണ്. ആർക്കാണ് ഇവർ കത്തെഴുതുന്നത് അറിയോ? ഇവർ കത്തെഴുതുന്നത് വില്യം മൂന്നാമനാണ്. വില്യം 3 ഓഫ് ഓറഞ്ച്. ഓറഞ്ച് അവിടുത്തെ ഒരു കൗണ്ടി, അവിടുത്തെ ഒരു പ്രദേശമാണ് കേട്ടോ. ഇവിടത്തെ എന്താ പറയുക ഭരണാധികാരി വില്യം മൂന്നാമന് കത്ത്. ഈ വില്യം മൂന്നാമൻ ആരാ? എന്തിനാ ഇവർ വില്യം മൂന്നാമൻ ഈ ബിഷപ്പ് 6 പേരും കത്തെഴുതുന്നത്? വില്യം മൂന്നാമൻ മേരി സെക്കൻഡിന്റെ ഭർത്താവാണ്. അപ്പൊ മേരി സെക്കൻഡ് ആരാണെന്ന് ഈ സാറ് പറയാത്ത അല്ലെ? മേരി സെക്കൻഡ് ജെയിംസ് രണ്ടാമന്റെ മകളും നിലവിൽ അടുത്ത ഭരണാധികാരിയും അടുത്ത സിംഹാസനത്തിന്റെ അവകാശിയുമാണ് മേരി 2. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ജെയിംസ് രണ്ടാമൻ ഈ സമയത്ത് ഈ RC ക്യൂനിൽ ആരുണ്ടാവുകയാണ്? ഒരു സൺ ഉണ്ടാവുകയാണ്, ഒരു മകൻ ഉണ്ടാവുകയാണ്. ഇത് അപകടമാണെന്ന് കൂടി ആര് മനസ്സിലാക്കുന്നുണ്ട്? വില്യം മൂന്നാമൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? കത്തും ലഭിക്കുന്നു. ഇവരെന്ത് തീരുമാനിക്കുകയാണ്? ഓക്കെ, ഇംഗ്ലണ്ടിൽ അതിശക്തമായിട്ട് രാജാവിന് എതിരെയുള്ള എതിർപ്പ് വരുന്നു. കാരണം എന്താണ്? RC വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഇവരുടെ സൺ എന്ത് ചെയ്യരുത്, ഇനി അധികാരത്തിൽ വരുന്ന പോലെ ആവരുത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റിന്റെയും അവിടുത്തെ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും നിർബന്ധവുമുണ്ട്. അങ്ങനെ 1688 ഇദ്ദേഹം ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഹി ഗോസ് ഇൻ ടു ഫ്രാൻസ് ആസ് എ റെഫ്യൂജ്. മനസ്സിലാവുണ്ടോ? റെഫ്യൂജ്, അത് അഭയം തേടുകയാണ്. ഫ്രാൻസിൽ അഭയം തേടിയിട്ട് ജെയിംസ് രണ്ടാമൻ പോവുകയാണ്. ജെയിംസ് രണ്ടാമൻ ഇങ്ങനെ പലായനം ചെയ്തപ്പോൾ ഇവിടുത്തെ ആളുകൾ ആരെ വെൽക്കം ചെയ്യുകയാണ്? മേരി സെക്കൻഡിനെയും വില്യം മൂന്നാമനെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യണം. സോ മേരി സെക്കൻഡ് ആൻഡ് വില്യം 3 ഓഫ് ഓറഞ്ച് ഇവരെ എന്ത് ചെയ്യുന്നു? ഇവരെ വെൽക്കം ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി 2, അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് ഓറഞ്ച്, ഓറഞ്ചിലെ രാജകുമാരനായിട്ടുള്ള വില്യം 3, ഹു ഹാപ്പൻസ് ടു ബി ദ ഹസ്ബൻഡ് ഓഫ് മേരി സെക്കൻഡ്, ഇവരെന്ത് ചെയ്യുന്നു? ഇവിടേക്ക് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ വരവോട് കൂടിയിട്ട് എന്ത് തീരുമാനിക്കപ്പെടുകയാണ്? രാജാവിന്റെ ഒരു ടിറിനിക്കലായിട്ടുള്ള സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യുമെന്ന രീതിയിലുള്ള ഭരണം ഇതോടുകൂടി എന്ത് ചെയ്യുന്നു? അവസാനിക്കുകയാണ്. മേരി 2ന്റെയും വില്യം മൂന്നാമന്റെയും വരവോടുകൂടി പാർലമെന്ററി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി നിലവിൽ വരികയാണ്. ഭരണഘടന അല്ലെങ്കിൽ പാർലമെന്റ് ആയിരിക്കും പരമാധികാരം. അതിന്റെ അടിസ്ഥാനത്തിൽ മൊണാർക്കി, കിങ് ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു ടിറ്റുലാർ ഹെഡ് ആണെന്ന് പറയില്ലേ, അതുപോലെ കിങ് അവിടെയുണ്ട്. പക്ഷെ കിങ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? കൃത്യമായിട്ടുള്ള നിബന്ധനകൾ ഉണ്ടാകും, അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇതിനെ തുടർന്ന് 1689 എന്ത് ചെയ്യുകയാണ്? ഒരു ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പിടപ്പെടുകയാണ്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് പ്രകാരമാണ് എന്തെല്ലാം ലഭിക്കുന്നത്? ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ വിവിധങ്ങളായിട്ട് അധികാരങ്ങൾ, അതായത് ഇനി രാജാവ് ടാക്സേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ നിയമത്തിലൂടെ മാത്രം അത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരുപാട് അവകാശങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇങ്ങനെയുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയില്ലേ, ഇത്തരത്തിൽ ഒരുപാട് അവകാശങ്ങൾ ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെ എന്ത് ചെയ്യുന്നു? ലഭ്യമാവുകയാണ് ജനങ്ങൾക്കും പാർലമെന്റിനും ഒക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ ആരുടെയും കൊലപാതകങ്ങളോ ബ്ലഡ് ഷെഡോ ഒന്നുമില്ലാതെ എന്ത് അവസാനിക്കുകയാണ്? നമ്മളുടെ ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ അവസാനിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിലെ റവല്യൂഷനെ ഏത് പേരിൽ വിളിക്കുന്നത്? ഗ്ലോറിയസ് റവല്യൂഷൻ. കാരണം എന്താണ് ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഒരു ചോരയും ഒഴുക്കാതെയാണ് ഈ അധികാര കൈമാറ്റം എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് നടക്കുന്നത്. ആരാണ് ഈ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് വിളിച്ചത്? ഇതിനെ അത് ഞാൻ പറയാൻ പറഞ്ഞല്ലോ. ഇതേ വർഷം 1689 തന്നെ ജോൺ ഹാംഡൻ ആണ്. ആരാണ്? ജോൺ ഹാംഡൻ ആണ് എന്ത് വിളിക്കുന്നത്? ഈ രീതിയിൽ ഈ ടേം ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം എന്ത് ചെയ്യുന്നത്? കോയിൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം വളരെ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഇതിനെല്ലാത്തിനും ശേഷം ഒരു എന്താ പറയുക ആക്ട് ഓഫ് സെറ്റിൽമെന്റ് കൂടി വരുന്നുണ്ട്. എന്താണത്? ആക്ട് ഓഫ് സെറ്റിൽമെന്റ്. എന്താണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ്? 1701 ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഉണ്ട്. ഇതിലൂടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഓൺലി എ പ്രൊട്ടസ്റ്റന്റ്, ഒരു പ്രൊട്ടസ്റ്റന്റിന് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ?
രാജാധികാരം. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു കിരീടമാണ് വരയ്ക്കാൻ നോക്കുന്നതെന്ന് ആദ്യമേ പറയട്ടെ. നിങ്ങൾ ഇനി ഇതെന്താണെന്ന് ചോദിക്കരുതല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞാണ്. ആരുടെ തലയിൽ മാത്രമേ കിരീടം ഇരിക്കുള്ളൂ? ഒരു പ്രൊട്ടസ്റ്റന്റിന്റെ തലയിൽ മാത്രമേ കിരീടം ഇരിക്കുള്ളൂ എന്ന് എന്ത് ചെയ്യുകയാണ്? ഈ ആക്ട് ഓഫ് സെറ്റിൽമെന്റിലൂടെ വ്യക്തമാക്കുകയും കൂടി ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ബ്ലഡ്ലെസ് റെവല്യൂഷനിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് മനസ്സിലായില്ലേ? ഇതാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഡിഗ്രി ലെവലിൽ എന്താ പറയുക, സിലബസിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളും ചില കാര്യങ്ങളും, കാരണം ഈ ഒരു കാലഘട്ടത്തിന് ശേഷം 1700കളുടെ തുടക്കം മുതൽ പതുക്കെ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ മാറിയിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ തുടക്കം നമ്മൾ ഇംഗ്ലണ്ടിൽ കാണുന്നുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് പഠിക്കാനായിട്ട് വായിക്കാനായിട്ട് ഓൾറെഡി ശ്രമിച്ച് തുടങ്ങുക. ഓക്കെ ആണല്ലോ? റൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലോറിയസ് റവല്യൂഷൻ എന്ത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആളുകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട്, വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ടേമുകൾ പഠിച്ചിട്ടുണ്ട്, നടന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഈ റവല്യൂഷന് കാരണമായതെന്ന് പഠിച്ചിട്ടുണ്ട്, ഡൈനാസ്റ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട മറ്റ് സംഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായി പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ, ഇന്റലക്ച്വൽ സപ്പോർട്ടുകൾ എവിടെ നിന്നെല്ലാം, ആരെല്ലാം എന്തൊക്കെ സപ്പോർട്ട് കൊടുത്തു, ഹിസ്റ്റോറിക്കലി എന്തുകൊണ്ട് ഇത് നടന്നു, എന്താണ് പെട്ടെന്ന് ഈ ഇഷ്യൂവിന് കാരണമായത്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി നോക്കുക അല്ലേ? അതായത് ഒരു RC വിശ്വാസിയായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈഫ് പറയുന്നു. അതുപോലെ തന്നെ ജെയിംസ് രണ്ടാമൻ എന്ത് ചെയ്യുകയാണ്? തൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ സഭയുടെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ പാർലമെന്റുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹം ടാക്സേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു, അവരുമായിട്ട് വീണ്ടും ഇടയുന്നു. ഇതൊക്കെ സ്പാർക്കാണ് ഹിസ്റ്റോറിക്കലി. പക്ഷെ നമ്മൾ വലിയൊരു കഥ തന്നെ കണ്ടു അല്ലേ? ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായിട്ടും സഭകൾ തമ്മിലും അധികാരമായിട്ടും ഒക്കെയുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ചിന്തകരായിട്ടുള്ള ആളുകൾ, ഇതിന് സപ്പോർട്ട് കൊടുത്ത ആളുകൾ, ഭരിച്ച ആളുകൾ അല്ലേ? ഇത്തരത്തിലുള്ള ആളുകൾ, ക്രോംവെല്ല് പോലെയുള്ള ആളുകളുണ്ട്, വിക്സ്, ടോറി തുടങ്ങിയ പാർട്ടികൾ, ഗ്രീൻ റിബൺ ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾ അല്ലേ? ഇവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ റവല്യൂഷനെ കുറിച്ച് വ്യക്തമായി പഠിക്കുക. നമുക്ക് അടുത്ത റവല്യൂഷനുമായി ബന്ധപ്പെട്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്